മഴ പെയ്ത് വെള്ളം കെട്ടിക്കിടക്കുന്ന നാട്ടുവഴിയിലൂടെ അർജുൻ ബാഗും തോളിൽ തൂക്കി കുളിർക്കാറ്റേറ്റ് നടന്നു. വർഷങ്ങൾക്ക് ശേഷം അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും വീട്ടിലേക്ക് വരുന്ന വഴിയായിരുന്നു അവൻ. റെയിൽവേ സ്റ്റേഷനടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ നിന്നും ബസ് കയറി അടുത്തുള്ള കവലയിൽ ഇറങ്ങിയ ശേഷം അവിടെ നിന്നും 2 കിലോമീറ്ററോളം ഒരു ഓട്ടോറിക്ഷയിൽ വരേണ്ടി വന്നു ഈ മൺവഴി വരെയെങ്കിലും എത്താൻ. കുറച്ചു കഴിഞ്ഞപ്പോൾ ഇനി അങ്ങോട്ടുള്ള വഴി മുഴുവൻ മഴ പെയ്ത് വെള്ളം കെട്ടിക്കിടക്കുകയാണെന്നും അതുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും ഓട്ടോ ഡ്രൈവർ അറിയിച്ചതിനെ തുടർന്ന് എന്നാൽ ഇനി നടന്നു പോകാമെന്ന് തീരുമാനിക്കുകയായിരുന്നു അർജുൻ. വഴിയുടെ ഒരു വശത്ത് ചെറിയ തോടുകളും കുളങ്ങളുമുള്ള വിജനമായ തെങ്ങിൻതോപ്പാണ്. തോട്ടിലെ മാക്രിക്കൂട്ടങ്ങളുടെ ഉച്ചത്തിലുള്ള കരച്ചിൽ അവിടമാകെ നിറഞ്ഞിരുന്നു. അവ അർജുനെ ബാല്യകാല സ്മരണകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പണ്ട് കൂട്ടുകാർക്കൊപ്പം ആ പറമ്പുകളിലൂടെ ഓടിക്കളിച്ചതും കുളത്തിൽ നീന്തി തുടിച്ചതും മാക്രികളെ പിടിച്ച് ചില്ലുകുപ്പികളിലാക്കിയതും ഇന്നലെയെന്ന പോലെ അവൻ്റെ ഓർമ്മകളിൽ തെളിഞ്ഞു വന്നു. എന്നാണ് താൻ അവസാനമായി ഒരു വാൽമാക്രിയെ കണ്ടത്? എന്നാണ് അവയുടെ കരച്ചിൽ അവസാനമായി കേട്ടത്? ഗൃഹാതുരത്വം തുടികൊട്ടുന്ന മനസ്സുമായി മുന്നോട്ട് നടക്കുന്നതിനിടയിൽ അർജുൻ ചിന്തിച്ചു. അവൻ്റെ മനസ്സ് ഭൂതകാലത്തിലേക്ക് ഒരു സമയയാത്ര നടത്തി. ഉച്ചനേരമായിരുന്നെങ്കിലും നല്ല മഴക്കാറുണ്ടായിരുന്നതുകൊണ്ട് സമയം സന്ധ്യയായതുപോലെ തോന്നിച്ചിരുന്നു. വഴിയുടെ മറുവശത്തുള്ള നെൽകൃഷി നടന്നിരുന്ന പാടശേഖരങ്ങളിൽ മഴവെള്ളം നിറഞ്ഞു കിടക്കുകയാണ്. കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന അവ ഇപ്പോൾ ഒരു കായലിനെ അനുസ്മരിപ്പിച്ചു. അതിലിറങ്ങി ഒന്ന് മുങ്ങിക്കുളിച്ചാലോ എന്ന് മനസ്സിലൊരു മോഹം തോന്നിയ അർജുൻ നടത്തം നിർത്തി ഒരു നിമിഷം ആ പാടശേഖരത്തിലേക്ക് നോക്കി. ഇരുട്ടുകുത്തി നിൽക്കുന്ന മഴക്കാർ പ്രതിഫലിച്ചിരുന്നതുകൊണ്ട് അതിന് നല്ല ആഴമുള്ള പോലെ തോന്നിച്ചു. അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ സൈക്കിളിൽ വന്ന ഒരു വൃദ്ധൻ അർജുനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കടന്നുപോയി. അയാളെ മുമ്പ് കണ്ടിട്ടുള്ള പോലെ. ആരാണെന്ന് പിടികിട്ടുന്നില്ല. 20 കൊല്ലം മുമ്പാണ് താൻ അവസാനമായി ഈ ഗ്രാമത്തിൽ വരുന്നത്. അന്ന് കണ്ട മുഖങ്ങൾക്കെല്ലാം ഇന്ന് എത്രയോ മാറ്റം സംഭവിച്ചിട്ടുണ്ടായിരിക്കും. നല്ല തണുത്ത കാറ്റ് വീശിയടിക്കുന്നുണ്ടായിരുന്നു. വീണ്ടും അവൻ്റെ മനസ്സിലേക്ക് ഓർമ്മകളുടെ കുത്തൊഴുക്കുണ്ടായി. പെട്ടെന്ന് ഷർട്ടിൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന ഫോൺ റിങ് ചെയ്തു. ഒരു ബട്ടണമർത്തി അതിനെ നിശബ്ദമാക്കിയ ശേഷം അവൻ ആ കാഴ്ചകൾ തന്നിൽ ഉണർത്തിവിട്ട ഓർമ്മകളിൽ അല്പനേരം അഭിരമിച്ചു നിന്നു. ഇവിടേക്ക് വരാൻ തീരുമാനിച്ച നിമിഷം എടുത്ത ഒരു തീരുമാനമാണ് അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയല്ലാതെ ഫോൺ ഉപയോഗിക്കില്ല എന്നത്. അതുകൊണ്ടുകൂടിയാണ് അത്ര മനോഹരമായ കാഴ്ചകളെ മൊബൈൽ ക്യാമറയുടെ കണ്ണിൽ പതിപ്പിക്കാൻ നിൽക്കാതെ സ്വന്തം മനസ്സിലേക്ക് ഒപ്പിയെടുത്ത് അവനങ്ങനെ നിന്നുപോയത്. സമയബോധം കുറച്ചു നേരത്തേക്ക് അവനെ വിട്ടകന്നു. ഒരിക്കൽ കൂടി ആ കൊച്ചുകുട്ടിയായി കൂട്ടുകാർക്കൊപ്പം ഇവിടെയൊക്കെ ഒന്ന് ഓടിക്കളിക്കാൻ കഴിച്ചിരുന്നെങ്കിൽ. ഉള്ളിലെ നേർത്ത വേദന ഒരു തുള്ളി കണ്ണുനീരായി മണ്ണിലേക്ക് ഇറ്റു വീണു. എത്ര നേരം ആ ചിന്തകളിൽ മുഴുകി നിന്നുവെന്നറിയില്ല. ആകാശത്ത് വെട്ടിയ ഒരു വെള്ളിടിയാണ് അർജുനെ വർത്തമാനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. ബാഗ് തൂക്കിയിട്ടിരുന്ന തോള് ചെറുതായി വേദനിക്കുന്നുണ്ട്. അവൻ ബാഗ് മറുതോളിലേക്ക് മാറ്റിയിട്ടുകൊണ്ട് നടത്തം പുനരാരംഭിച്ചു. അല്പദൂരം നടന്നു കഴിഞ്ഞപ്പോൾ വഴിയുടെ വീതി കുറഞ്ഞു വന്നു. കഷ്ടിച്ച് 2 പേർക്ക് നടന്നു പോകാവുന്നത്ര വീതിയേ ഇപ്പോഴുള്ളൂ. അതിലൂടെ മുന്നോട്ട് നടക്കുന്നതിനിടയിൽ നേരത്തെ സൈക്കിളിൽ പോയ വൃദ്ധൻ തിരികെ വരുന്നത് കണ്ടു. അയാൾക്ക് പോകാനായി അർജുൻ ഒരു വശത്തേക്ക് ഒതുങ്ങി നിന്നു. ഇത്തവണയും അവന് ചെറിയൊരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് അയാൾ കടന്നുപോയി. അവനും അയാളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ആരാണ് എന്ന് ചോദിച്ചാലോ എന്ന് ആദ്യം കരുതിയെങ്കിലും പിന്നെ അത് വേണ്ട എന്ന് വെച്ചു. ഏതാനും വാരം മുന്നോട്ട് നടന്ന് അർജുൻ ബാല്യകാല സ്മരണകൾ നിറഞ്ഞു നിൽക്കുന്ന തൻ്റെ അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും വീട്ടുമുറ്റത്തെത്തി. വർഷങ്ങൾക്ക് മുമ്പ് കണ്ടതിൽ നിന്നും വലിയ മാറ്റങ്ങളൊന്നും അവിടെ വന്നിട്ടില്ല എന്നത് അവനിൽ അതിശയമുളവാക്കി. ഇവിടേക്ക് വന്നിട്ട് വർഷങ്ങളായെങ്കിലും അപ്പൂപ്പനും അമ്മൂമ്മയും ഇടയ്ക്ക് വല്ലപ്പോഴും നഗരത്തിൽ അർജുനും കുടുംബവും താമസിക്കുന്ന ഫ്ലാറ്റിലേക്ക് വരാറുണ്ടായിരുന്നു. ഒന്ന് വന്ന് അവർ തൻ്റെ മകനെയും മകൻ്റെ ഭാര്യയെയും പേരക്കുട്ടിയെയും കണ്ടു മടങ്ങും. കുറച്ചു ദിവസം താമസിക്കാൻ എത്ര നിർബന്ധിച്ചാലും അവർ അന്ന് തന്നെ മടങ്ങുമായിരുന്നു. വീട്ടിലെ പശുക്കിടാങ്ങളെ നോക്കാൻ വേറെ ആരുമില്ല എന്നതായിരുന്നു അതിന് കാരണം. മുമ്പ് ഫ്ലാറ്റിലേക്ക് വരുമ്പോഴൊക്കെ അവർ ഇവിടേക്ക് വരാൻ പറയാറുണ്ടായിരുന്നു. ഇപ്പോഴെന്തോ ഇവിടെ സൗകര്യങ്ങൾ തീരെയില്ല എന്ന തോന്നൽ കൊണ്ടോ മറ്റോ അവർ അതിന് നിർബന്ധിക്കാതായി. തൻ്റെ എല്ലാമായിരുന്ന അപ്പൂപ്പനും അമ്മൂമ്മയും ഇടയ്ക്ക് വല്ലപ്പോഴും വന്നു പോകുന്ന വിരുന്നുകാർ മാത്രമായി മാറുന്നത് പോലെ തോന്നാൻ തുടങ്ങിയപ്പോഴാണ് അർജുൻ കുറച്ച് ദിവസം ഇവിടെ വന്ന് താമസിക്കാമെന്ന് തീരുമാനിച്ചത്. കുഞ്ഞുനാളിൽ എല്ലാ അവധിക്കാലവും ചെലവഴിച്ചിരുന്ന ഗ്രാമം വെക്കേഷൻ ക്ലാസുകളുടെ ആരംഭത്തോടെ അന്യമായി മാറുകയായിരുന്നു. സ്കൂളും കോളേജും കഴിഞ്ഞ് ജോലിക്ക് കയറിയതോടെ പിന്നെ അതിൻ്റെ തിരക്കുകളായി. മഴ പെയ്ത് നേർത്ത നനവുള്ള മണ്ണിലൂടെ അർജുൻ മുന്നോട്ട് നടന്നു. ഉമ്മറത്ത് ആരുടെയോ കാൽപ്പെരുമാറ്റം കേട്ട് പുറത്തേക്ക് എത്തി നോക്കിയ അമ്മാളുമ്മയ്ക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. മോനെ കണ്ണ എന്ന് വിളിച്ച് പുറത്തേക്ക് നടക്കുന്നതിനിടയിൽ തിണ്ണയിൽ കിടന്നുറങ്ങുകയായിരുന്ന തൻ്റെ ഭർത്താവിനെ അവർ കൈകൊണ്ട് തട്ടിയുണർത്തി. അപ്രതീക്ഷിതമായി തങ്ങളുടെ പേരക്കുട്ടിയെ കണ്ട അവരുടെ ഉള്ളം ആനന്ദത്താൽ നിറഞ്ഞു തുളുമ്പി.
ഉമ്മറത്ത് നിന്നിരുന്ന അർജുനെ അവർ വീടിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഓടുമേഞ്ഞ ആ കൊച്ചു വീടിനുള്ളിലിരുന്ന് അവർ വിശേഷങ്ങൾ പങ്കുവച്ചു. അന്നു വൈകുന്നേരം വീടിൻ്റെ ഉമ്മറത്ത് വെള്ളം നിറഞ്ഞു കിടക്കുന്ന നെൽവയലിലേക്കും നോക്കി ഇരിക്കുകയായിരുന്ന അർജുനെ കാണാൻ അവൻ്റെ ബാല്യകാല സുഹൃത്ത് സംഗീത് അവിടേക്ക് വന്നു. ഇൻ്റർനെറ്റും ഫേസ്ബുക്കും ഒക്കെ വന്നതുകൊണ്ട് ആ സൗഹൃദങ്ങൾ അറ്റുപോകാതെ നിലനിന്നിരുന്നു. സംഗീതിനെ കണ്ട അർജുൻ എഴുന്നേറ്റ് അവൻ്റെ അടുത്തേക്ക് ചെന്നു. അവർ സംസാരിച്ചു നിൽക്കുന്നതിനിടയിൽ അവരുടെ സമപ്രായക്കാരനായ വിനീത് ബൈക്കിൽ അവിടേക്ക് വന്നു. വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയ സുഹൃത്തുക്കൾക്ക് സംസാരിക്കാൻ ഒത്തിരി ഉണ്ടായിരുന്നു. ഏതാണ്ട് അർദ്ധരാത്രി വരെ അവർ ആ നെൽവയലിൻ്റെ വരമ്പത്തിരുന്ന് മതിവരുവോളം സംസാരിച്ചു കൊണ്ടിരുന്നു. അവരുടെ സംസാരത്തിന് മാക്രികളും ചീവീടുകളും ചേർന്ന് പശ്ചാത്തല സംഗീതമൊരുക്കി. മഴ പെയ്ത് തെളിഞ്ഞ മാനത്ത് പൂർണ്ണചന്ദ്രൻ ഉദിച്ചു നിന്നിരുന്നു. ഓളം തല്ലുന്ന വയലിലെ വെള്ളത്തിൽ അമ്പിളിയമ്മാവൻ്റെ പ്രതിബിംബം വെട്ടിത്തിളങ്ങി. നെൽവയലിൻ്റെ വരമ്പിലായുള്ള കരിമ്പലങ്ങളിൽ ഒന്നിൻ്റെ ചുവട്ടിൽ അർജുൻ ചാരിക്കിടന്നു. അവനരികിലായി മറ്റു രണ്ടുപേരും പച്ചപ്പുൽമേട്ടിൽ ചമ്രം പടിഞ്ഞിരുന്നു. നല്ല തണുത്ത ഇളങ്കാറ്റ് അവരെ തഴുകി തലോടി കടന്നുപോയിക്കൊണ്ടിരുന്നു. അവിടെ അങ്ങനെ ഇരിക്കുന്നതിനിടയിൽ കരിമ്പനയുടെ മുകളിൽ നിന്നും എന്തോ ഒന്ന് അവരുടെ നടുവിലേക്ക് ചാടി വീണു. 3 പേരും പേടിച്ച് പുറകോട്ട് മലച്ചുപോയി. കൂട്ടത്തിലേറ്റവും അധികം പേടിച്ചത് വിനീതായിരുന്നു. അയ്യോ എന്നൊച്ച വെച്ചുകൊണ്ട് കൈകൾ കുത്തി പുറകോട്ട് ചാടിയ അവൻ വയലിലെ വെള്ളത്തിലേക്ക് മറിഞ്ഞു വീണു. ഒരു കുരങ്ങനായിരുന്നു ആ ചാടി വീണതെന്ന് കണ്ടപ്പോഴാണ് അവർക്ക് ആശ്വാസമായത്. ഒരു കുരങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ പേടിച്ചതിന് മറ്റു രണ്ടുപേരും വിനീതിനെ കളിയാക്കി. വെള്ളത്തിൽ ചമ്മിയ ചിരിയുമായി നിൽക്കുന്ന അവനെ അർജുനും സംഗീതും കയ്യിൽ പിടിച്ചു വലിച്ച് മുകളിലേക്ക് കയറ്റി. ആ സമയം കാറ്റിൻ്റെ ശക്തി കൂടി വന്നു. നനഞ്ഞു നിൽക്കുകയായിരുന്ന വിനീത് കാറ്റേറ്റ് കിടുകിടാ വിറയ്ക്കാൻ തുടങ്ങി. ആകാശത്ത് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി. അന്തരീക്ഷം അടുത്ത മഴയ്ക്കായുള്ള തയ്യാറെടുപ്പ് ആരംഭിച്ചു. ഇനി ഇവിടെ നിന്നാൽ തങ്ങളും കൂടി നനഞ്ഞു കുതിരുമെന്ന് മനസ്സിലാക്കിയ സംഗീത് തിരികെ പോകാമെന്ന് പറഞ്ഞു. കുറച്ചുകൂടി നേരം അവർക്കൊപ്പം ചെലവഴിക്കണമെന്നുണ്ടായിരുന്നതുകൊണ്ട് അർജുൻ മഴ നനയാതെ കയറി നിൽക്കാൻ പറ്റിയ വല്ല സ്ഥലവുമുണ്ടോ എന്നറിയാനായി ചുറ്റിലുമൊന്ന് നോക്കി. ദൂരെ വരമ്പിൻ്റെ അങ്ങേയറ്റത്തുള്ള പറമ്പിൽ ഒരു ഓടും വീട് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. എടാ, നമുക്ക് തൽക്കാലം അവിടെ കയറി നിന്നാലോ? വീട്ടിലേക്ക് പോകാൻ അവിടേക്ക് പോകുന്നതിൻ്റെ ഇരട്ടിയോളം നടക്കാനുണ്ട്. താൻ കണ്ട വീട് ചൂണ്ടിക്കാണിച്ച് അർജുൻ ചോദിച്ചു. അവൻ കൈ ചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കിയ മറ്റു രണ്ടുപേരുടെയും മുഖത്ത് ചെറുതായി ഭയം നിഴലിച്ചു. എന്തുപറ്റി? താൻ എന്തോ വലിയ അപരാധം ചെയ്തു എന്ന പോലെയുള്ള അവരുടെ ഭാവമാറ്റം കണ്ട അർജുൻ ചോദിച്ചു. അത് വേണ്ടടാ, നമുക്ക് തിരിച്ചു പോവാം. നീ എന്തായാലും കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവുമല്ലോ. നീ പോകുന്നതുവരെ എല്ലാ ദിവസവും നമുക്കിതുപോലെ കൂടാം, സംഗീത് പറഞ്ഞു. എങ്കിലും ആ സ്ഥലം കണ്ടപ്പോൾ വെറുതെ ഒന്ന് അവിടെ വരെ പോയി നോക്കാൻ അർജുന് തോന്നി. നാളെ പോയാൽ ചിലപ്പോൾ ഈ ഫീല് കിട്ടില്ല. ഇവിടുന്ന് കുറച്ചല്ലേ ഉള്ളൂ, ഒന്ന് പോയിട്ട് വരാം, അർജുൻ അവരെ നിർബന്ധിച്ചു. വേണ്ടടാ അർജുനെ, അത് ശരിയാവില്ല, വിനീത് ഭയം മുറ്റി നിൽക്കുന്ന കണ്ണുകളുമായി അവിടേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്താ കാര്യമെന്ന് പറയടാ, അവൻ്റെ കണ്ണിലെ ഭയം തിരിച്ചറിഞ്ഞ അർജുൻ ചോദിച്ചു. പക്ഷേ അതിനു മറുപടി പറയാൻ അവർ മടിച്ചു. വല്ലാത്തൊരു ഭയം അവരെ വേട്ടയാടുന്നത് പോലെ അർജുന് തോന്നി. ഒന്നുമില്ല, നമുക്ക് തിരിച്ചു പോവാം. നാളെ വൈകുന്നേരം വന്നിട്ട് വീണ്ടും ഒന്ന് കൂടാം, സംഗീത് തിരിഞ്ഞു നടന്നുകൊണ്ട് പറഞ്ഞു. നിങ്ങൾ വരുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ തനിച്ചു പോയി നോക്കാം. അതും പറഞ്ഞ് അർജുൻ ആ വീട് കണ്ട ഭാഗത്തേക്ക് തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. ഉടനെ വിനീത് അവൻ്റെ കയ്യിൽ കടന്നു പിടിച്ചു. വേണ്ട അർജുനെ, നമുക്ക് തിരിച്ചു പോവാം, അതാ നല്ലത്, വിനീത് വിറയാർന്ന ശബ്ദത്തിൽ പറഞ്ഞു. തന്നെ പിടിച്ചിരിക്കുന്ന വിനീതിൻ്റെ കൈ പോലും ഭയത്താൽ വിറയ്ക്കുന്നത് അർജുൻ അറിഞ്ഞു. ശരി, പോകുന്നില്ല, പക്ഷേ നിങ്ങൾ കാര്യമെന്താണെന്ന് പറ, അവിടെ നിന്നുകൊണ്ട് അർജുൻ അവരെ നിർബന്ധിച്ചു. എന്തു പറയണമെന്നറിയാതെ വിനീത് സംഗീതിനെ നോക്കി. അവൻ്റെ മുഖത്ത് ഭയത്തേക്കാൾ വിഷാദമായിരുന്നു ആ സമയം നിഴലിച്ചിരുന്നത്. നീ ഇവിടേക്ക് വരാതായ ശേഷം ഒരുപാട് സംഭവങ്ങൾ ഈ നാട്ടിലുണ്ടായിട്ടുണ്ട്. അതിൽ പലതും ഞങ്ങൾ ഓർക്കാൻ പോലും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ്. അതൊക്കെ നീ അപ്പൂപ്പനും അമ്മൂമ്മയും പറഞ്ഞ് അറിഞ്ഞു കാണുമെന്നാണ് ഞങ്ങൾ കരുതിയത്, സംഗീത് പറഞ്ഞു. അവരങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞതായി ഞാൻ ഓർക്കുന്നില്ല. അല്ല, അതിന് മാത്രം എന്തു വലിയ സംഭവമാണ് ഇവിടെ നടന്നത്, അർജുൻ ചോദിച്ചു. അത് പിന്നെ പറയാം, തൽക്കാലം നീ വാ, നമുക്കിവിടെ നിന്നും പോവാം. തലകുമ്പിട്ട് നിൽക്കുന്ന വിനീതിനെ പാളി നോക്കിക്കൊണ്ടാണ് സംഗീത് അത് പറഞ്ഞത്. അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് സംഗീത് പറഞ്ഞില്ലെങ്കിലും അതിന് വിനീതുമായി എന്തോ ബന്ധമുണ്ട് എന്ന് അവൻ്റെ ആ നോട്ടത്തിൽ നിന്നും അർജുന് മനസ്സിലായി. പിന്നെ വേറെയൊന്നും ചോദിക്കാൻ നിൽക്കാതെ അവൻ അവർക്കൊപ്പം തിരിഞ്ഞു നടന്നു. വരമ്പിലൂടെ നടക്കുന്നതിനിടയിൽ അർജുൻ ഒന്ന് തിരിഞ്ഞു നോക്കി. കാർമേഘങ്ങൾ ചന്ദ്രനെ മറയ്ക്കുന്നതിനു മുമ്പ് ഒരു തവണ കൂടി അവൻ ആ വീട് കണ്ടു. വയലിൻ്റെ അങ്ങേയതിരിൽ ഒറ്റപ്പെട്ട പറമ്പിൻ്റെ നടുവിൽ കാട്ടുചെടികൾ വളർന്നു കയറിയ ഓടുമേഞ്ഞ വീട്. ആ കാഴ്ചയ്ക്ക് ഒരു മാസ്മരിക സൗന്ദര്യമുണ്ടായിരുന്നു. അല്പനേരം തലപ്പുറകോട്ട് തിരിച്ച് തന്നെ അവൻ മുന്നോട്ട് നടന്നു. പിന്നെ കാർമേഘങ്ങൾ നിലാവിനെ മറച്ചപ്പോഴാണ് അവൻ തൻ്റെ നോട്ടം നേരെ മുന്നിലേക്ക് മാറ്റിയത്.
വരമ്പിലൂടെ നടക്കുന്ന സമയം മുഴുവൻ ആരുമൊന്നും സംസാരിച്ചില്ല. മാക്രികളുടെയും ചീവീടുകളുടെയും ശബ്ദങ്ങൾ നിലച്ചിരുന്നു. അന്തരീക്ഷം പോലും മൂകമായതുപോലെ അർജുന് തോന്നി. കുറച്ചധികം ദൂരം പിന്നിട്ട് കഴിഞ്ഞപ്പോൾ സംഗീത് വെറുതെ ഒന്ന് തിരിഞ്ഞു നോക്കി. ആ വീട് നോക്കിയാൽ കാണാത്തത്ര ദൂരെയാണ്. അവന് ആശ്വാസം തോന്നി. പിന്നെയും കുറച്ചധികം നടക്കേണ്ടി വന്നു അവർക്ക് വരമ്പിൽ നിന്നും കരയിലേക്ക് കയറാൻ. വരമ്പിൽ നിന്നും അല്പം ഉയരമുള്ള കരയിലേക്ക് ആദ്യം കയറിയ സംഗീത് അർജുനെയും വിനീതിനെയും കൈപിടിച്ച് മുകളിലേക്ക് കയറ്റി. അവിടെ നിന്നും ഏതാനും വാര കൂടി നടന്ന് അവർ അർജുൻ്റെ തറവാട്ടുമുറ്റത്തെത്തി. മഴയ്ക്ക് മുന്നേ വീട്ടിലെത്താനുള്ള വ്യഗ്രതയോടെ വിനീത് ബൈക്കിൽ കയറി. "നീ പോരുന്നുണ്ടോ?" അത്രയും നേരത്തെ മൗനം വെടിഞ്ഞ് വിനീത് സംഗീതിനോട് ചോദിച്ചു. "ഇല്ലടാ, നീ വിട്ടോ, ഞാൻ ചെറിയച്ഛൻ്റെ വീട്ടിലേക്കാ," സംഗീത് പറഞ്ഞു. "എന്നാ ശരി, നാളെ കാണാം." വിഷാദഭാവം നിറഞ്ഞ മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വരുത്തിക്കൊണ്ട് വിനീത് ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തു. അർജുനും സംഗീതും അവൻ ബൈക്കിൽ പോകുന്നതും നോക്കി അല്പനേരം നിന്നു. "ഞാനും പോട്ടെ അളിയാ, നാളെ വരാം." സംഗീത് അർജുൻ്റെ തോളിൽ തട്ടി. "എടാ, എന്താ അവന് പറ്റിയത്? ഇവിടെ എന്തൊക്കെയാ സംഭവിച്ചത്?" പോകാനൊരുങ്ങിയ സംഗീതിനോട് അർജുൻ ചോദിച്ചു. തിരിഞ്ഞു നടക്കാനായി ചൂടുവെച്ച സംഗീത് ഒരു നിമിഷം നിന്നു. "എടാ, അതൊരു വലിയ കഥയാണ്," സംഗീത് പറഞ്ഞു. "മുഖവരെയൊന്നും വേണ്ട, നീ കാര്യം പറ," അർജുൻ തിടുക്കം കൂട്ടി. "ഈ നേരത്ത് തന്നെ വേണോ? കുറേയുണ്ട് പറയാൻ. കേട്ടാൽ ചിലപ്പോൾ നിന്റെ ഇന്നത്തെ ഉറക്കം പോയി കിട്ടും." സംഗീത് ചെറിയ വിമുഖത കാണിച്ചു. "അതെന്താ ഉറക്കം പോകാൻ മാത്രം വലിയ കാര്യം? ഞാൻ എന്തായാലും കേട്ടിട്ടേ പോകുന്നുള്ളൂ." അതും പറഞ്ഞ് അർജുൻ വീടിൻ്റെ ഇളംതിണ്ണയിൽ ചാരി നിന്നു. "ഏതാണ്ട് 18 19 കൊല്ലം മുമ്പാണ് നമ്മൾ കണ്ട ആ വീടില്ലേ, അവിടെ ഒരു സ്ത്രീ താമസിച്ചിരുന്നു." സംഗീത് ആ വീട് അവിടെ നിന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു. "പക്ഷേ അത് കണ്ണിൽ കാണാത്തത്ര ദൂരെയായിരുന്നു." "ഉവ്വ്, എനിക്ക് ഓർമ്മയുണ്ട്. തലയിൽ കൊട്ടയും ചുമന്ന് മീൻ വിൽക്കാൻ വന്നിരുന്ന ഒരു സ്ത്രീയല്ലേ തമിഴ്നാട്ടിൽ നിന്നും വന്ന് താമസമാക്കിയത്? കണ്ണമ്മ എന്നോ മറ്റോ ആയിരുന്നില്ലേ അവരുടെ പേര്? അതേതാണ്ട് 20 കൊല്ലത്തിനു മുമ്പല്ലേ? കുഞ്ഞുനാളിൽ ചോറ് കഴിക്കാൻ മടി കാണിച്ചിരുന്ന എന്നെ ചോറ് കഴിച്ചില്ലെങ്കിൽ അവർ പിടിച്ച് കൊട്ടയിലിട്ട് കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് അമ്മുമ്മ പേടിപ്പിക്കുമായിരുന്നു. നല്ല പൊക്കവും അതിനൊത്ത ശരീരവും ഉണ്ടായിരുന്ന അവരെ കണ്ടാൽ ശരിക്കും പേടി തോന്നുകയും ചെയ്യുമായിരുന്നു." ആ സ്ത്രീയുടെ രൂപം ഓർത്തെടുത്ത് അർജുൻ പറഞ്ഞു. "അതെ, കണ്ണമ്മ, അവർ തന്നെ. അവർ ഈ നാട്ടിലേക്ക് വരുന്നത് 20 കൊല്ലത്തിനു മുമ്പാണ്. പക്ഷേ ഇവിടുത്തെ ദുരന്തങ്ങൾ അരങ്ങേറിയത് ഏതാണ്ട് ഒരു 18 19 കൊല്ലം മുമ്പാണ്." സംഗീത് കൂടുതൽ വ്യക്തത വരുത്തി. "ദുരന്തമോ?" ആകാംക്ഷയും നേർത്ത പരിഭ്രമവും കലർന്ന ശബ്ദത്തിൽ അർജുൻ ചോദിച്ചു. "അതെ, ഇവിടെ മീൻ മാത്രം വിറ്റ് നടന്നിരുന്ന ആ സ്ത്രീ ഒരു ദിവസം കൊട്ടയിൽ കുറച്ച് ഇറച്ചിയുമായി ഇവിടേക്ക് വന്നു. സാധാരണ അയൽഗ്രാമങ്ങളിൽ ഇറച്ചി വിറ്റ് തീർക്കുകയായിരുന്നു അവർ ചെയ്തിരുന്നത്. അന്നെന്തോ അവർ ആദ്യം ഇവിടേക്ക് വന്നു. ഇറച്ചി വാങ്ങാൻ ചന്ത വരെ പോകാനുള്ള മടികൊണ്ട് പലരും അവരുടെ പക്കൽ നിന്നും ഇറച്ചി വാങ്ങുകയും ചെയ്തു. ആ കൂട്ടത്തിൽ വിനീതിൻ്റെ അമ്മയും ഉണ്ടായിരുന്നു. ഇറച്ചി വാങ്ങിവെച്ച ശേഷം വീട്ടിലെ മറ്റ് ജോലികളെല്ലാം തീർത്തു കഴിഞ്ഞ് അടുക്കളയിലേക്ക് പോയ വിനീതിൻ്റെ അമ്മ എന്തോ കണ്ട് പേടിച്ച് ഉച്ചത്തിൽ അലറി. അത് കേട്ട് ചെന്ന് നോക്കിയ വിനീതിൻ്റെ അച്ഛൻ കണ്ടത് ബോധം കെട്ട് കിടക്കുന്ന തൻ്റെ ഭാര്യയെയായിരുന്നു. മുഖത്ത് വെള്ളം തെളിച്ച് ഉണർത്തിയപ്പോൾ അവർ ഇറച്ചിയിട്ട് വെച്ചിരുന്ന പാത്രത്തിലേക്ക് നോക്കി വീണ്ടും ഉച്ചത്തിൽ അലറി. അപ്പോഴാണ് പുള്ളിക്കാരൻ ആ പാത്രത്തിലേക്ക് നോക്കിയത്. ഇറച്ചിക്ക് നടുവിൽ ഒരു മനുഷ്യൻ്റെ വിരലിൻ്റെ ചെറിയ കഷ്ണം ഇരിക്കുന്നു. അത് കണ്ടതും പുള്ളി ഉച്ചത്തിൽ അയൽക്കാരെ വിളിച്ചു. നാട്ടുകാർ ഓടിക്കൂടി. ആ സ്ത്രീയുടെ കയ്യിൽ നിന്നും വാങ്ങിയ ഇറച്ചി ആരും കഴിക്കരുതെന്ന് എല്ലാവരും ഓടി നടന്ന് ഓരോ വീട്ടിലും കയറി ഇറങ്ങി പറഞ്ഞു. വിനീതിൻ്റെ അച്ഛൻ ആരെയോ കൂട്ടി പോലീസിൽ വിവരമറിയിക്കാനായി പോയി. പോലീസ് എത്തുമ്പോഴേക്കും രോഷാകുലരായ നാട്ടുകാർ കൂട്ടം ചേർന്ന് കണ്ണമ്മയുടെ വീട്ടിലേക്ക് ഒച്ചയും ബഹളവുമായി പോയി കഴിഞ്ഞിരുന്നു. പാടവരമ്പിലൂടെ ആളുകൾ വരുന്നത് കണ്ട കണ്ണമ്മ കൊയ്ത്തരുവാളും എടുത്ത് അവരുടെ നേരെ ഓടിയെടുത്തു. അത് കണ്ട കൂട്ടത്തിൽ ആരോ ഒരാൾ വലിയൊരു കല്ലെടുത്ത് അവർക്ക് നേരെ എറിഞ്ഞു. അതോടെ ബാക്കിയുള്ളവരും അതേറ്റുപിടിച്ചു. കല്ലേറുകൊണ്ട് ആ സ്ത്രീയുടെ ദേഹം മുഴുവൻ ചതവുകളുണ്ടായി. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച അവരുടെ തലയ്ക്ക് പുറകിലേക്ക് ആൾക്കൂട്ടത്തിൽ നിന്നും സുഗുണൻ എന്നൊരാൾ എടുത്തെറിഞ്ഞ കല്ല് ചെന്ന് പതിച്ചു. അതവരുടെ തലയിൽ വലിയ പൊട്ടലുണ്ടാക്കി. പോലീസിനെയും കൂട്ടി വന്ന വിനീതിൻ്റെ അച്ഛൻ്റെ മുന്നിലേക്ക് കണ്ണമ്മ കമിഴ്ന്നടിച്ചു വീണു. തലയുയർത്തി അദ്ദേഹത്തെ നോക്കി വികൃതമായി ഒന്ന് ചിരിച്ച് കണ്ണമ്മ മരണത്തിന് കീഴടങ്ങി. സംഗീത് ഒന്ന് പറഞ്ഞു നിർത്തി. അത്രയും കേട്ടപ്പോൾ തന്നെ അർജുന് ഉള്ളിൽ വല്ലാത്ത ഭയം തോന്നി. താനെന്തേ ഇത്രയും നാളും ഇതൊന്നും അറിയാതിരുന്നത്? തന്നെ പേടിപ്പിക്കേണ്ട എന്ന് കരുതി അപ്പൂപ്പനും അമ്മൂമ്മയും പറയാതിരുന്നതാവണം. എങ്കിലും ഇത്ര വലിയ സംഭവം മറ്റാരെങ്കിലും പറഞ്ഞ് താൻ അറിയേണ്ടതായിരുന്നു. കണ്ണമ്മ താമസിച്ചിരുന്ന വീടിനകത്തു നിന്നും ഒരു മനുഷ്യൻ്റെ ശരീരാവശിഷ്ടങ്ങൾ ലഭിച്ചു. സംഗീത് തുടർന്നു. പക്ഷേ ആളുടെ തല അവിടെയെങ്ങും ഉണ്ടായിരുന്നില്ല. പോലീസ് പറമ്പ് മുഴുവൻ പരിശോധിച്ചു. പറമ്പിൻ്റെ ഒരു കോണിലുണ്ടായിരുന്ന കണ്ണമ്മ മത്സ്യകൃഷി നടത്തിയിരുന്ന കുളത്തിൽ നിന്നും പോലീസിന് മരിച്ചയാളുടെ തല ലഭിച്ചു. അടുത്ത ഗ്രാമത്തിലെ ഭാസ്കരൻ എന്ന കുപ്രസിദ്ധ ഗുണ്ടയുടെ തലയായിരുന്നു അത്.
അതോടെ കൊലപാതകത്തിൽ മറ്റാരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ കണ്ടെത്താനായി പോലീസ് അന്വേഷണം കൂടുതൽ ശക്തമാക്കി. ഇവിടെ നിന്നും ഒരു സംഘം പോലീസുകാർ തമിഴ്നാട്ടിലെ കണ്ണമ്മയുടെ നാട്ടിലേക്ക് പുറപ്പെട്ടു. അവിടെ വെച്ചാണ് കണ്ണമ്മയെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ അവരറിയുന്നത്. തമിഴ്നാട്ടിലെ സാമ്പത്തികമായി പിന്നോക്കം നിന്നിരുന്ന കുടുംബത്തിലെ ഒരു കശാപ്പുകാരൻ്റെ മകളായിട്ടായിരുന്നു കണ്ണമ്മയുടെ ജനനം. പ്രാഥമിക വിദ്യാഭ്യാസം മാത്രം നൽകിയ ശേഷം കണ്ണമ്മയെ അവരുടെ അച്ഛൻ തൻ്റെ കൂടെ കശാപ്പ് ശാലയിലെ ജോലിക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. വർഷങ്ങൾക്ക് ശേഷം അച്ഛൻ മരണപ്പെട്ടിട്ടും അവർ ആ തൊഴിലിൽ തന്നെ തുടർന്നു. കടുത്ത മദ്യപാനവും മറ്റ് ദുശീലങ്ങളും ഉണ്ടായിരുന്ന കണ്ണമ്മ പണം കൈകാര്യം ചെയ്യുന്നതിൽ പിന്നിലായിരുന്നു. നാളുകൾ പിന്നിടുന്നതിനനുസരിച്ച് അവരുടെ സാമ്പത്തിക നില മോശമായി വന്നു. മാടുകളെ വാങ്ങാൻ പോലും കഴിയാത്ത നിലയിലേക്ക് സാഹചര്യങ്ങൾ നീങ്ങി. ഇറച്ചിക്കച്ചവടം ഏതാണ്ട് അവസാനിപ്പിക്കേണ്ടി വരും എന്ന സ്ഥിതിയായി. അങ്ങനെയിരിക്കെയാണ് അവരുടെ നാട്ടിലെ 2 സ്ത്രീകളെ കാണാതാവുന്നത്. പോലീസ് അന്വേഷണത്തിൽ കാണാതായ 2 സ്ത്രീകളുടെയും ശരീരം വെട്ടിമുറിച്ച നിലയിൽ കണ്ണമ്മയുടെ കശാപ്പുശാലയോട് ചേർന്നുള്ള മാലിന്യക്കുഴിയിൽ നിന്നും കണ്ടുകിട്ടി. കണ്ണമ്മയാണ് അത് ചെയ്തത് എന്നതിന് എല്ലാ തെളിവുകളും ഉണ്ടായിരുന്നു. അവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോടതി സ്ത്രീയാണ് എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രം കണ്ണമ്മയെ വധശിക്ഷയിൽ നിന്നും ഒഴിവാക്കി. ജീവപര്യന്തം ശിക്ഷയൊക്കെ കഴിഞ്ഞ് ജയിൽ മോചിതയായ കണ്ണമ്മയെ വീട്ടുകാരോ നാട്ടുകാരോ സ്വീകരിച്ചില്ല. അതോടെ അവർ നാടുവിടുകയായിരുന്നു. ആ അലച്ചിലാണ് അവരെ ഇവിടെ എത്തിച്ചത്. ഇവിടെ വന്ന് വയലിൻ്റെ മുതലാളി കേശവൻ നായരോട് എന്തെങ്കിലും ജോലി തരണമെന്നും പറഞ്ഞ് കരഞ്ഞപേക്ഷിച്ചു. അവർ ആരാണ് എന്നറിയാതെ മനസ്സലിവ് തോന്നിയ കേശവൻ നായർ കണ്ണമ്മയെ ജോലിക്കെടുത്തു. കൂട്ടത്തിൽ നമ്മളാ കണ്ട വീട്ടിൽ കർഷക സ്ത്രീകൾക്കൊപ്പം താമസിക്കാനും അനുമതി നൽകി. കുറച്ചു നാളുകൾക്ക് ശേഷം നെൽകൃഷി നഷ്ടത്തിലാവാൻ തുടങ്ങിയതോടെ കേശവൻ നായർ കൃഷി അവസാനിപ്പിച്ചു. പുറമെ നിന്നും ജോലിക്ക് വന്നവരെല്ലാം അവരവരുടെ നാടുകളിലേക്ക് തിരിച്ചുപോയി. പോകാൻ വേറെ ഇടമില്ലാതിരുന്ന കണ്ണമ്മ അവിടെ തന്നെ തങ്ങി. ജീവിതമാർഗമായി അവർ ചന്തയിൽ നിന്നും വിലപേശി മീൻ വാങ്ങി വന്ന് കച്ചവടം ചെയ്യാനും തുടങ്ങി. ആയിടയ്ക്കാണ് ട്രോളിംഗ് നിരോധനം വരുന്നത്. അതോടെ മത്സ്യലഭ്യത കുറഞ്ഞു. കണ്ണമ്മയുടെ കച്ചവടവും നിലച്ചു. അതിനവർ പരിഹാരമായി കണ്ടത് ഇറച്ചിക്കച്ചവടമായിരുന്നു. ആദ്യമൊക്കെ മോഷ്ടിച്ചു കൊണ്ടുവന്ന ആടുമാടുകളെ ആരുമറിയാതെ കശാപ്പ് ചെയ്ത് അവർ അയൽഗ്രാമങ്ങളിൽ വിൽപ്പന നടത്തി. പക്ഷേ അതധികം നാൾ തുടർന്നു പോകാൻ അവർക്ക് കഴിഞ്ഞില്ല. ആ ഒരു സമയത്താണ് രാത്രി മദ്യപിച്ച് വഴിയിൽ കിടക്കുകയായിരുന്ന ഗുണ്ടഭാസ്കരനെ അവർ കാണുന്നത്. ഒരു മടിയും കൂടാതെ കണ്ണമ്മ ഭാസ്കരനെ ചുമലിൽ തൂക്കി താൻ താമസിക്കുന്ന വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെയിട്ട് കശാപ്പ് ചെയ്തു. ഗുണ്ടഭാസ്കരൻ്റെ മാംസമായിരുന്നു അടുത്ത ദിവസം രാവിലെ അവർ കച്ചവടം ചെയ്യാനായി കൊണ്ടുവന്നത്. എടാ മതി നിർത്ത്, കേട്ടിട്ട് പേടിയാവുന്നു, അർജുൻ ഇടയ്ക്ക് കയറി പറഞ്ഞു. എന്തായാലും ഇത്രയുമായില്ലേ, ഇനി ബാക്കി കൂടി കേൾക്ക്, സംഗീത് നിർബന്ധിച്ചു. അതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ അർജുന് കഴിഞ്ഞില്ല. എന്നാൽ ശരിക്കും പേടി തോന്നുന്നുമുണ്ട്. എന്നാൽ പെട്ടെന്ന് പറഞ്ഞു തീർക്ക്, അർജുൻ അക്ഷമയോടെ പറഞ്ഞു. ആ സംഭവം അങ്ങനെ കഴിഞ്ഞു. അതിനുശേഷം 2 വർഷത്തോളം ഇവിടെ വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല. അങ്ങനെയിരിക്കെ മനക്കിലെ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിൻ്റെ അന്നാണ് അത് സംഭവിക്കുന്നത്. സംഗീത് പറഞ്ഞത് കേട്ട് എന്താണ് ആ സംഭവം എന്നറിയാനുള്ള ആകാംക്ഷയോടെ അർജുൻ അവനെ തന്നെ നോക്കി നിന്നു. അന്ന് മനക്കിലെ ഭഗവതി ക്ഷേത്രത്തിൽ ഉത്സവത്തിൻ്റെ ഭാഗമായി രാത്രി നാടകമുണ്ടായിരുന്നു. നാടകം കാണാൻ അച്ഛനോടൊപ്പം വിനീതും പോയിരുന്നു. നാടകം തുടങ്ങിയപ്പോൾ തന്നെ രാത്രി 12 മണി കഴിഞ്ഞിരുന്നു. വിനീതാണെങ്കിൽ അപ്പോഴേക്കും നിലത്തിരിക്കാനായി വിരിച്ചിരുന്ന പത്രക്കടലാസിൽ ചുരുണ്ടുകൂടി കിടന്ന് ഉറക്കമായി. അതോടെ നാടകം കാണാൻ നിൽക്കാതെ വിനീതിനെയും എടുത്ത് അവൻ്റെ അച്ഛൻ വീട്ടിലേക്ക് തിരികെ പോന്നു. ആ കാലത്ത് മുമ്പ് കണ്ണമ്മ താമസിച്ചിരുന്ന വീടിൻ്റെ പറമ്പിൻ്റെ ഓരം ചേർന്ന് ഒരു കുറുക്കുവഴി ഉണ്ടായിരുന്നു. വിനീതിനെയും തോളിൽ ചുമന്ന് വരും വഴി അവിടെ എത്തിയപ്പോൾ ആരോ പുള്ളിക്കാരൻ്റെ പുറകിലേക്ക് ഒരു കല്ലെടുത്തെറിഞ്ഞു. പുള്ളിക്കാരൻ നടത്തം നിർത്തി തിരിഞ്ഞു നോക്കി. പക്ഷേ അവിടെയെങ്ങും ആരുമുണ്ടായിരുന്നില്ല. ചെറിയ ഭയം തോന്നിയ ആൾ നടത്തം വേഗത്തിലാക്കി. തോളിൽ കിടന്നുറങ്ങുകയായിരുന്ന വിനീത് പുറകിലെന്തോ ശബ്ദം കേട്ടുണർന്നു. ആ സമയം പിന്നിൽ നിന്നും വെട്ടേറ്റ് അവൻ്റെ അച്ഛൻ നിലത്തേക്ക് മറിഞ്ഞു വീണു. വിനീതിനോട് തിരിഞ്ഞു നോക്കാതെ അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ പുള്ളിക്കാരൻ പറഞ്ഞു. അത് കേട്ട് കുറച്ച് ദൂരം ഓടിയെങ്കിലും അച്ഛൻ്റെ ഉറക്കെയുള്ള നിലവിളി കേട്ട് അവൻ തിരിഞ്ഞ് ശബ്ദം കേട്ട ഭാഗത്തേക്ക് ചെന്നു. അവിടേക്ക് നോക്കിയ അവൻ കണ്ടത് കൊയ്ത്തരുവാളും പിടിച്ച് ചോരയിൽ കുളിച്ചു നിൽക്കുന്ന കണ്ണമ്മയായിരുന്നു. പേടിച്ചുപോയ അവൻ ഉറക്കെ കരഞ്ഞു. അടുത്ത നിമിഷം കണ്ണമ്മ അവൻ്റെ നേർക്ക് പാഞ്ഞെടുത്തു. അത് കണ്ടു വിനീത് ബോധം കെട്ട് നിലത്തേക്ക് മറിഞ്ഞു വീണു. ഇവിടെ നിന്നും നാടകം കാണാൻ പോയ ചിലരാണ് തിരികെ വരും വഴി വരമ്പിൽ ബോധം കെട്ട് കിടക്കുകയായിരുന്ന വിനീതിനെ കാണുന്നത്. പക്ഷേ അവിടെയെങ്ങും അവൻ്റെ അച്ഛനുണ്ടായിരുന്നില്ല. ബോധം വീണ ശേഷം വിനീത് താൻ കണ്ട കാര്യങ്ങൾ വീട്ടുകാരോട് പറഞ്ഞു. അപ്പോഴേക്കും കാണാതായ അവൻ്റെ അച്ഛനു വേണ്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു. പക്ഷേ എത്ര അന്വേഷിച്ചിട്ടും ആളെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒടുവിൽ അന്വേഷിക്കാൻ ആകെ അവശേഷിച്ചിരുന്നത് മുമ്പ് കണ്ണമ്മ താമസിച്ചിരുന്ന, ഇപ്പോൾ കാട് കയറി കിടക്കുന്ന ആ വീട് മാത്രമായിരുന്നു. അവിടം കൂടി പരിശോധിക്കാമെന്നു കരുതി അതിനുള്ളിൽ കയറിയ പോലീസ് സംഘം നടുങ്ങിപ്പോയി.
മുമ്പ് ഗുണ്ടഭാസ്കരൻ്റെ ശരീരം തൂക്കിയിട്ടിരുന്ന ഇറച്ചി തൂക്കിയിടാൻ ഉപയോഗിക്കുന്ന കുളത്തിൽ ഒരു ശരീരം തൂക്കിയിട്ടിരിക്കുന്നു. ആളുടെ തല മുമ്പ് മീൻ വളർത്താൻ ഉപയോഗിച്ചിരുന്ന കുളത്തിൽ നിന്നും ലഭിച്ചു. അത് വിനീതിൻ്റെ അച്ഛനാണെന്ന് അങ്ങനെയാണ് തിരിച്ചറിഞ്ഞത്. സംഗീത് പറഞ്ഞത് കേട്ട് അർജുൻ്റെ ഉള്ളിലൂടെ ഒരു തരിപ്പ് കടന്നുപോയി. ബാക്കി കൂടി കേൾക്കാനുള്ള ശേഷി തനിക്കില്ല എന്ന് അവന് തോന്നി. പക്ഷേ സംഗീതിനാണെങ്കിൽ നിർത്താൻ ഒരു ഉദ്ദേശവുമില്ലായിരുന്നു. ആ സംഭവം നടന്ന് 1 വർഷം കഴിയുന്നതിനു മുമ്പേ കണ്ണമ്മയുടെ മരണത്തിന് കാരണക്കാരനായ സുഗുണനെയും കാണാതായി. ആളുടെ ശരീരം മുമ്പത്തേതുപോലെ തന്നെ ആ വീടിനകത്തു നിന്നും തലക്കുളത്തിൽ നിന്നുമായി ലഭിച്ചു. സംഗീത് പറഞ്ഞു. അതുകൂടി കേട്ട് കഴിഞ്ഞപ്പോൾ അർജുന് തൻ്റെ ശരീരം മൊത്തം വിറയ്ക്കുന്ന പോലെ തോന്നാൻ തുടങ്ങി. അതോടെ ആ വഴിക്ക് ആരും പോകാതായി. സംഗീത് പറഞ്ഞു. അവിടെയുള്ള കുറുക്കു വഴി കാട് കയറി നശിച്ചു. പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം കേശവൻ നായർ പൈസയ്ക്ക് കുറച്ച് ആവശ്യം വന്നപ്പോൾ ആ വീടും പറമ്പും വിൽക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ പകൽ കുറച്ച് പണിക്കാരെ നിർത്തി പറമ്പൊക്കെ വൃത്തിയാക്കി. പണിയെല്ലാം കഴിഞ്ഞപ്പോൾ സമയം സന്ധ്യയോടടുത്തിരുന്നു. പണിക്കാർക്ക് കൂലി കൊടുത്തു കഴിഞ്ഞ് കണക്കെല്ലാം നോക്കി തിരികെ പോകാറായപ്പോഴേക്കും ഇരുട്ട് വീണിരുന്നു. കണ്ണമ്മ ജീവിച്ചിരുന്ന കാലത്ത് താൻ അവർക്ക് ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല അവർക്കൊരു ജീവിത മാർഗം നൽകുക കൂടി ചെയ്തിരുന്നതാണ്. അതുകൊണ്ട് അവരുടെ പ്രേതം തന്നെയൊന്നും ചെയ്യില്ല എന്നൊരു ചിന്ത ആൾക്കുണ്ടായിരുന്നു. ഒറ്റയ്ക്ക് എവിടെ നിൽക്കുമ്പോൾ ആരോ തന്നെ നിരീക്ഷിക്കുന്ന പോലെ കേശവൻ നായർക്ക് തോന്നാൻ തുടങ്ങി. അതോടെ പുള്ളി അവിടെ നിന്നും തിരിച്ചു പോരാനായി വരമ്പിനടുത്തേക്ക് നടന്നു. ഉടനെ ശൂന്യതയിൽ നിന്നും ഒരു കല്ല് പാഞ്ഞു വന്ന് അയാളുടെ കഴുത്തിൽ പതിച്ചു. പേടിച്ചു പോയ കേശവൻ നായർ ഓടാൻ ശ്രമിച്ചതും ആരോ അയാളെ പുറകിൽ നിന്നും അരിവാൾ കൊണ്ടുവെട്ടി. അയാളുടെ ഉച്ചത്തിലുള്ള നിലവിളി കേട്ട് പണി കഴിഞ്ഞു പോവുകയായിരുന്ന പണിക്കാർ അവിടേക്ക് ഓടി വന്നു. അവരവിടെ കണ്ടത് ദേഹം മുഴുവൻ വെട്ടേറ്റ് ചോരയിൽ മുങ്ങിക്കിടക്കുന്ന കേശവൻ നായരെയാണ്. കൃത്യസമയത്ത് അവർ എത്തിയതുകൊണ്ട് മാത്രം ആൾ രക്ഷപ്പെട്ടു. സംഗീത് പറഞ്ഞവസാനിപ്പിച്ചു. അർജുനാണെങ്കിൽ അതെല്ലാം കേട്ട് ഭയന്ന് മരവിച്ച ഒരവസ്ഥയിലായിരുന്നു. കുറച്ചു നേരത്തേക്ക് അവൻ ഒന്നും മിണ്ടിയില്ല. അപ്പോൾ ശരി, എന്നാൽ ഞാൻ പോട്ടെ, നാളെ കാണാം. സംഗീത് തോളിൽ തട്ടി വിളിച്ചപ്പോഴാണ് അർജുൻ സ്വബോധത്തിലേക്ക് വന്നത്. ശരിയെന്ന അർത്ഥത്തിൽ അവൻ യാന്ത്രികമായി തലയാട്ടി. ഫോണിലെ ഫ്ലാഷ് ഓൺ ചെയ്ത് സംഗീത് ഇരുട്ട് നിറഞ്ഞ വഴിയിലേക്ക് കയറി നടന്നകന്നു. താൻ കേട്ടതൊന്നും വിശ്വസിക്കാനാവാതെ കുറേ നേരത്തേക്ക് അർജുൻ അവിടെ തന്നെ നിന്നുപോയി. മഴ കനത്തു തുടങ്ങിയപ്പോൾ ദേഹത്തേക്ക് തെറിച്ചു വീണ ജലകണങ്ങളാണ് അവനെ ചിന്തകളിൽ നിന്നും ഉണർത്തിയത്. അവൻ വാതിൽ തുറന്ന് വീടിനകത്തേക്ക് കയറി. കൂട്ടുകാർക്കൊപ്പം പുറത്തു പോകുമ്പോൾ വരാൻ വൈകും, കാത്തിരിക്കേണ്ട എന്ന് അർജുൻ അപ്പൂപ്പനോടും അമ്മൂമ്മയോടും പറഞ്ഞേൽപ്പിച്ചിരുന്നു. കുട്ടിക്കാലത്ത് താൻ ഉപയോഗിച്ചിരുന്ന തെക്കേ മുറിയിലേക്ക് കടക്കുമ്പോൾ അർജുൻ അവർ രണ്ടുപേരും കിടക്കുന്ന മുറിയിലേക്ക് പാളി നോക്കി. രണ്ടുപേരും നല്ല ഉറക്കമാണ്. അവരെ ഉണർത്താതിരിക്കാനായി ശബ്ദമുണ്ടാക്കാതെ അവൻ തൻ്റെ മുറിക്കകത്ത് കയറി വാതിലടച്ചു. മുറിയിലെ കട്ടിലിൽ ഉറങ്ങാനാവാതെ തിരിഞ്ഞും മറിഞ്ഞു കിടക്കുമ്പോൾ പുറത്ത് മഴ കനത്തു വരുന്നത് അർജുൻ അറിഞ്ഞു. അവൻ കട്ടിലിൽ നിന്നും എഴുന്നേറ്റ് ചെന്ന് തെക്ക് ഭാഗത്തെ ജനാല തുറന്നു. നല്ല തണുത്ത കാറ്റിനോടൊപ്പം മഴയുടെ ഈറനും ഉള്ളിലേക്ക് അടിച്ചു കയറി. തണുപ്പേറ്റ് തൻ്റെ അസ്ഥി വരെ മരവിക്കുന്ന പോലെ അർജുന് തോന്നി. വേലികെട്ടി തിരിച്ചിട്ടില്ലാതിരുന്നതുകൊണ്ട് അവിടെ നിന്നാൽ അവന് ആ നെൽവയൽ കാണാമായിരുന്നു. താൻ അല്പം മുമ്പ് കേട്ട ഭയാനകമായ കാര്യങ്ങളെ ഓർമ്മയിൽ നിന്നും തൽക്കാലത്തേക്കെങ്കിലും അകറ്റി നിർത്താനായി അവൻ തൻ്റെ ശ്രദ്ധയെ ഇടവിട്ട് തെളിയുന്ന മിന്നലിൻ്റെ വെളിച്ചം സമ്മാനിച്ച മനോഹര കാഴ്ചകളിലേക്ക് തിരിച്ചു. തണുപ്പിനെ മറന്ന് അവൻ അവിടെ നിന്നുപോയി. ആ വീടിരിക്കുന്ന പറമ്പിൻ്റെ കിഴക്കേ അതിരിലും തെക്കേ അതിരിലും വിശാലമായ പാടശേഖരമാണ്. പടിഞ്ഞാറേ അതിരിൽ തെങ്ങും തോപ്പുകൾ. വടക്കേ അതിരിലൂടെയാണ് വീട്ടിലേക്കുള്ള വഴി. തെക്ക് ഭാഗത്തെ വയലിന് കിഴക്ക് ഭാഗത്തെ അത്ര വീതിയില്ല. തെക്ക് ഭാഗത്ത് വയലിനപ്പുറം ഒരു പുഴയാണ്. പുഴയിലൂടെ ഏതാനും വഞ്ചിക്കാർ റാന്തൽ വിളക്കും കത്തിച്ചു വെച്ച് തോണി തുഴഞ്ഞു പോകുന്നുണ്ടായിരുന്നു. റാന്തലിൻ്റെ പ്രകാശം മഴ ഓളം തീർക്കുന്ന പുഴയിൽ ചില്ല് കണക്കെ വെട്ടിത്തിളങ്ങി. കുട്ടിക്കാലത്ത് ആ പുഴയോരത്ത് പോകാൻ തനിക്ക് അനുവാദമില്ലായിരുന്നുവെന്ന് അർജുൻ ഓർമ്മിച്ചു. നീന്തലറിയില്ല എന്നതായിരുന്നു അതിന് കാരണം. പക്ഷേ അപ്പൂപ്പൻ്റെയും അമ്മൂമ്മയുടെയും കണ്ണുവെട്ടിച്ച് സംഗീതനും വിനീതിനുമൊപ്പം താൻ എത്രയോ തവണ അവിടെ പോയിരിക്കുന്നു, അതിലിറങ്ങി കുളിച്ചിരിക്കുന്നു. അങ്ങനെയാണ് താൻ നീന്തൽ പഠിച്ചത്. ഒടുവിൽ അവരുടെ കണ്ണുവെട്ടിച്ച് താൻ പുഴയിൽ കുളിക്കാൻ പോകുന്നത് കണ്ടെത്തിയ അപ്പൂപ്പൻ കുറച്ചുകൂടി സുരക്ഷിതമെന്ന് തോന്നിയ തെങ്ങിൻതോപ്പിലെ കുളത്തിലും ആഴം കുറവുള്ള വെള്ളം നിറഞ്ഞു നിൽക്കുന്ന വയലിലും കുളിക്കാൻ തനിക്ക് അനുവാദം നൽകുകയായിരുന്നു. മഴ തിമിർത്ത് പെയ്യുകയാണ്. കാറ്റ് കൂടുതൽ ശക്തി പ്രാപിച്ചു. തോണിക്കാർ തീരങ്ങളിലേക്ക് വഞ്ചിയൊതുക്കി. റാന്തൽ വിളക്കുകൾ ഓരോന്നായി അണഞ്ഞു വന്നു. അവിടുത്തെ കാഴ്ചകൾ അവ്യക്തമായി വന്നപ്പോൾ അർജുൻ ജനാലയിലൂടെ കിഴക്കേ അതിരിലേക്ക് നോക്കി. വിശാലമായ വയലിൻ്റെ വരമ്പുകളിൽ കരിമ്പനകൾ തലയുയർത്തി നിൽക്കുന്നത് മിന്നലിൻ്റെ വെളിച്ചത്തിൽ അവൻ നോക്കി നിന്നു. ശക്തമായ കാറ്റിൽ അവയുടെ പട്ടകൾ ആടിയുലയുകയാണ്. ആ സമയം ആരോ ഒരാൾ വരമ്പിലൂടെ നടന്നു പോകുന്നത് അർജുൻ കണ്ടു.
ഒന്ന് ഞെട്ടിയ അവൻ ശ്രദ്ധിച്ചു നോക്കി. പക്ഷേ ആൾ അല്പം വടക്ക് ഭാഗത്തേക്ക് നീങ്ങിയതുകൊണ്ട് അയാൾ അവൻ്റെ കാഴ്ചയിൽ നിന്നും മറഞ്ഞു. അർജുൻ വേഗം കിഴക്ക് ഭാഗത്തെ ജനാലയ്ക്കിൽ ചെന്ന് അത് തുറന്ന് പുറത്തേക്ക് നോക്കി. ഇപ്പോൾ അയാളെ കാണുന്നില്ല. വരമ്പിൽ അയാൾക്ക് ഒളിക്കാൻ മാത്രം സ്ഥലമൊന്നുമില്ല. വേറെ എവിടേക്കും പോകാനുള്ള സമയവുമായിട്ടില്ല. ഇനി അയാൾ വയലിലെ വെള്ളത്തിലേക്ക് വീണ് കാണുമോ? അവൻ്റെ ഉള്ളം ചെറുതായി ഒന്ന് പിടച്ചു. വീണാൽ തന്നെ ഇപ്പോൾ എന്താണ്? അവിടെ ആഴം തീരെ കുറവാണ്. ഒന്നും സംഭവിക്കില്ല. പുറത്തേക്കിറങ്ങാൻ ഭയം തോന്നിയ അർജുൻ സ്വയം ആശ്വസിക്കാൻ ശ്രമിച്ചു. അല്ല, ഇനി വല്ല തലചുറ്റലോ മറ്റോ വന്ന് മറിഞ്ഞു വീണതാണെങ്കിലോ? ഒന്ന് പോയി നോക്കിയാലോ? അവൻ ഒരിക്കൽ കൂടി ആ പരിസരം നിരീക്ഷിച്ചു. അയാൾ ദൂരെ വയലിലെ വെള്ളത്തിൽ കിടന്ന് കൈകാലിട്ടടിക്കുന്നതാണ് അർജുൻ കണ്ടത്. അവൻ്റെ ഉള്ളിലൂടെ ഒരു മിന്നൽ പിണർ കടന്നുപോയി. അർജുൻ വേഗം തൻ്റെ ഫോണും എടുത്ത് മുറിക്ക് പുറത്തിറങ്ങി. അമ്മൂമ്മയെയും അപ്പൂപ്പനെയും വിളിച്ചുണർത്തിയാലോ? അല്ലെങ്കിൽ വേണ്ട, അവരെ ഉണർത്തി കാര്യം പറഞ്ഞു വരുമ്പോഴേക്കും അയാൾക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞിരിക്കും. അവൻ ഹാളിൻ്റെ വാതിൽ തുറന്ന് കോലായിൽ ചാരി വെച്ചിരുന്ന കുടയെടുത്ത് നിവർത്തി ഫോണിലെ ഫ്ലാഷും ഓൺ ചെയ്ത് അയാളെ കണ്ട ഭാഗത്തേക്ക് ഓടി. കാറ്റിന് ശക്തി കൂടുതലായിരുന്നതുകൊണ്ട് കുടയും പിടിച്ച് അവന് അത്രയൊന്നും വേഗത്തിൽ ഓടാൻ കഴിഞ്ഞില്ല. കുട പോകുന്നെങ്കിൽ പോകട്ടെ, നനഞ്ഞാലും കുഴപ്പമില്ല എന്ന് തീരുമാനിച്ച് അർജുൻ കുടയിലെ പിടുത്തം വിട്ടു. ശക്തിയായ കാറ്റിൽ അത് ദൂരേക്ക് പറന്നുപോയി. വലിയ മഴത്തുള്ളികൾ അവൻ്റെ മുഖത്ത് പ്രഹരമേൽപ്പിച്ചു. അതവേണിച്ച് ഫ്ലാഷ് മുന്നിലേക്ക് നീട്ടിപ്പിടിച്ച് പരമാവധി വേഗത്തിൽ അവൻ അയാളുടെ അടുത്തേക്ക് ഓടി. അവിടെ എത്താൻ സമയമെടുക്കുന്നതിനനുസരിച്ച് അവൻ്റെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചുകൊണ്ടിരുന്നു. കരുതിയതിനേക്കാൾ കൂടുതൽ സമയമെടുത്ത് താൻ മുറിയിൽ നിന്നും നോക്കിയപ്പോൾ അയാളെ കണ്ട ഭാഗത്തെത്തി അർജുൻ വയലിലേക്ക് ഫ്ലാഷ് ലൈറ്റ് നീട്ടി നോക്കി. അയാളെ അവിടെയെങ്ങും കാണുന്നില്ല. ഇനി വെള്ളത്തിൽ മുങ്ങിത്താഴ്ന്നു കാണുമോ? അതോ താൻ എത്തുന്നതിനു മുമ്പേ അയാൾ കരയ്ക്ക് കയറിപ്പോയിരിക്കുമോ? താൻ അയാളെ കണ്ടത് ഇവിടെ തന്നെയല്ലേ? അതോ അല്പം മാറിയാണോ? ഒരുപാട് ചോദ്യങ്ങൾ അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. അവൻ അവിടെ നിന്നാൽ കാണാവുന്ന അത്ര ദൂരേക്ക് ലൈറ്റ് തെളിച്ചു നോക്കി. അപ്പോഴാണ് അകലെയായി അവനത് കണ്ടത്. അയാൾ വെള്ളത്തിൽ കൈകാലിട്ടടിക്കുന്നു. അത് പക്ഷേ അവൻ വീട്ടിൽ വെച്ച് കണ്ടതിനേക്കാൾ ഒരുപാട് ദൂരെയായിരുന്നു. ആലോചിച്ച് നിൽക്കാൻ സമയമില്ല. ഉടനെ അർജുൻ അവിടേക്ക് ഓടി. മഴയത്ത് അവനൊന്നും ശരിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഓട്ടത്തിനിടയിൽ വരമ്പിലെ ചെളിയിൽ താഴ്ന്ന ചെരുപ്പ് അവിടെ തന്നെ ഉപേക്ഷിച്ച് അവൻ വ്യഗ്രതയോടെ അജ്ഞാതനായ ആ മനുഷ്യന് നേരെ കുതിച്ചു. തൊട്ടുമുമ്പ് അയാളെ കണ്ട ഭാഗത്തെത്തി നോക്കിയ അർജുന് ആശയക്കുഴപ്പം അനുഭവപ്പെട്ടു. അയാളെ അവിടെയും കാണുന്നില്ല. വീട്ടിൽ വെച്ച് കണ്ടപ്പോൾ ഊഹിച്ച പോലെയല്ല. അല്പം മുമ്പ് താൻ ശരിക്കും കണ്ടതാണ് അയാൾ ഇവിടെ തന്നെയാണ് ഉള്ളതെന്ന്. ഇനി അയാൾ വെള്ളത്തിൽ മുങ്ങിത്താഴുന്നതുകൊണ്ട് തനിക്ക് ശരിക്ക് കാണാൻ പറ്റാത്തതാണോ? അർജുൻ മുന്നോട്ട് കുനിഞ്ഞ് ഫ്ലാഷ് വെള്ളത്തിൽ തൊട്ടില്ല എന്ന മട്ടിൽ പിടിച്ച് വെള്ളത്തിനടിയിലേക്ക് നോക്കി. മഴ വയലിലെ വെള്ളത്തിൽ ചലനങ്ങൾ തീർത്തിരുന്നതുകൊണ്ട് അവന് ഒന്നും വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല. ഒന്ന് ഇറങ്ങി നോക്കിയാലോ? അവൻ ചിന്തിച്ചു. പക്ഷേ അതിൽ ഒരു അപകടം ഒളിഞ്ഞിരിപ്പുണ്ട്. വയലിൻ്റെ അടിഭാഗം നല്ല പോലെ ചെളി കുത്തിക്കിടക്കുകയായിരിക്കും. കാലെടുത്തു വെച്ചാൽ പിന്നെ ഉയർത്താൻ കഴിഞ്ഞുവെന്ന് വരില്ല. വരമ്പിനോട് ചേർന്നുള്ള ഭാഗത്താണ് നേരത്തെ അയാളെ കണ്ടത്. വീണ്ടും അയാളെ കാണുകയാണെങ്കിൽ കയ്യിലോ മറ്റോ പിടിച്ചു വലിച്ച് മുകളിലേക്ക് കയറ്റാമായിരുന്നു. എന്നാൽ എത്ര നോക്കിയിട്ടും അയാളെ കാണുന്നുമില്ല. തൻ്റെ അരയ്ക്കൊപ്പം വെള്ളമേ ഇവിടെ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. കാൽ ചെളിയിലേക്ക് താഴ്ന്നു പോയാലും സാരമില്ല. വേണ്ടി വന്നാൽ നാളെ രാവിലെ ആരെങ്കിലും വരുന്നതുവരെ അതേ നിൽപ്പ് നിൽക്കാം. പക്ഷേ ആ മനുഷ്യൻ്റെ സ്ഥിതി അതല്ല. ഓരോ നിമിഷം കഴിയുന്തോറും അയാളുടെ ജീവൻ കൂടുതൽ അപകടത്തിലായിക്കൊണ്ടിരിക്കുകയാണ്. രണ്ടും കൽപ്പിച്ച് അർജുൻ വെള്ളത്തിലേക്ക് ഇറങ്ങാനായി നേരെ നിന്നു. ആ സമയം തൻ്റെ കഴുത്തിന് പിന്നിൽ ആരുടെയോ ചുടുനിശ്വാസം വന്നു പതിച്ചത് അവൻ അറിഞ്ഞു. ഒപ്പം രക്തത്തിൻ്റെ രൂക്ഷഗന്ധം അവൻ്റെ മൂക്കിലേക്ക് തുളച്ചു കയറി. വരമ്പിൽ താൻ ഒറ്റയ്ക്കല്ല. തൻ്റെ തൊട്ടുപുറകിൽ തന്നോട് ചേർന്ന് ആരോ നിൽക്കുന്നുണ്ട്. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് സംഗീത് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും അവൻ്റെ മനസ്സിലൂടെ മിന്നിമറഞ്ഞു. അപരൻ്റെ ജീവൻ അപകടത്തിലാണ് എന്ന ഭയത്തിൽ നിന്നും സ്വന്തം ജീവൻ അപകടത്തിലാണ് എന്ന തിരിച്ചറിവിലേക്ക് അവനെത്തി. അതുവരെ തണുത്തു വിറയ്ക്കുകയായിരുന്ന കാൽമുട്ടുകൾ ഭയത്തിന് വഴിമാറിക്കൊടുത്തു. എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനുള്ള വ്യഗ്രതയിൽ അവൻ ഇടത്തോട്ട് തിരിഞ്ഞ് മുന്നോട്ടോടി. ഓട്ടത്തിനിടയിൽ വരമ്പിലെ ചെളിക്കുണ്ടുകളിലൊന്നിൽ കാൽ താഴ്ന്ന് അവൻ മുന്നോട്ട് കമഴ്ന്നടിച്ചു വീണു. ഫോൺ വയലിലെ വെള്ളത്തിലേക്ക് തെറിച്ചുപോയി. എങ്ങനെയോ അർജുൻ നിലത്തു നിന്നും തപ്പിപ്പിടിച്ചെഴുന്നേറ്റു. എങ്ങും കണ്ണിൽ കുത്തിയാൽ കാണാത്തത്ര ഇരുട്ട്. അവൻ നേരെ തന്നെ ഓട്ടം തുടർന്നു. വയലേത് വരമ്പേത് എന്നറിയാതെയുള്ള ഓട്ടത്തിനിടയിൽ അവൻ പലതവണ കാൽവഴുതി നിലത്തേക്ക് വീണുകൊണ്ടിരുന്നു. ഒടുവിൽ ഓടിയോടി അവൻ ഒരു മൺതിട്ടയിൽ ചെന്നിടിച്ചു. താൻ കരയോടടുത്തിരിക്കുന്നു. അർജുൻ അവിടെ വളർന്നു നിന്നിരുന്ന പുല്ലുകളിൽ തപ്പിപ്പിടിച്ച് മുകളിലേക്ക് കയറി. എങ്ങും ഇരുട്ട് തന്നെ. ഒരു വഴിവിളക്കിൻ്റെ പോലും വെട്ടമില്ല. ഒരു പക്ഷേ കറണ്ട് പോയി കാണും. എങ്ങോട്ടേക്കാണ് പോകേണ്ടതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അവൻ 3 ഭാഗത്തേക്കും നോക്കി.
അവിടെ കുറച്ചു മുന്നിലായി ഒരു വീട് കാണുന്നുണ്ടോ? അർജുൻ സൂക്ഷിച്ചു നോക്കി. ഉണ്ടെന്ന് തോന്നുന്നു. മഴ മൂലം ഒന്നും വ്യക്തമല്ല. അർജുൻ വീടുണ്ടെന്ന് തോന്നിയ ഭാഗം ലക്ഷ്യമാക്കി നടന്നു. ഏതാനും ചുവടുകൾ മുന്നോട്ട് വെച്ച് കഴിഞ്ഞപ്പോൾ മഴ കുറഞ്ഞു വന്നു. അവിടെ ഒരു വീടുണ്ടെന്ന് തന്നെയാണ് തോന്നുന്നത്. മഴ കുറഞ്ഞപ്പോൾ കാഴ്ച അല്പം കൂടി വ്യക്തമായി. അർജുൻ നടത്തത്തിൻ്റെ വേഗം കൂട്ടി. പതിയെ മഴ പൂർണ്ണമായും ശമിച്ചു. കാർമേഘങ്ങൾ ആകാശം വിട്ടൊഴിഞ്ഞു. വീണ്ടും പൂർണ്ണചന്ദ്രൻ തെളിഞ്ഞു വന്നു. നിലാവെളിച്ചത്തിൽ അർജുൻ ആ പരിസരം ആകെയൊന്ന് കണ്ണോടിച്ചു. പുല്ലുകൾ വളർന്നു നിന്ന് ആൾസഞ്ചാരം തീരെയില്ലാത്ത ഒരിടമാണതെന്ന് തോന്നിച്ചു. അവൻ ആ പുല്ലുകളെ വകഞ്ഞു മാറ്റി മുന്നോട്ട് നടന്നു. വരമ്പിൽ വെച്ച് ചെരുപ്പ് നഷ്ടപ്പെട്ടിരുന്നതുകൊണ്ട് അധിക സമയവും അവൻ താഴേക്ക് നോക്കിയാണ് നടന്നത്. നടന്ന് വീടിനടുത്തെത്താറായി എന്ന് തോന്നിയ അവൻ തലയുയർത്തി വീടിന് നേരെ നോക്കി. അവൻ്റെ നട്ടലിലൂടെ ഒരു തരിപ്പ് കടന്നുപോയി. മുമ്പ് കണ്ണമ്മ താമസിച്ചിരുന്ന വീടിന് മുന്നിലാണ് താൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ താൻ വരമ്പിലൂടെ ഓടിയത് ഈ ഭാഗത്തേക്കായിരുന്നോ? ഇരുട്ടായിരുന്നതുകൊണ്ട് ഒന്നും അറിയാൻ കഴിഞ്ഞിരുന്നില്ല. ഭയന്നു വിറച്ച് അവിടെ നിൽക്കുമ്പോൾ ആരോ തന്നെ നിരീക്ഷിക്കുന്നുണ്ടെന്ന ഒരു തോന്നൽ അവനിൽ ഉടലെടുത്തു. ഇവിടെ എവിടെയോ ആരോ ഉണ്ട്. അർജുൻ പതിയെ ഒരു വശത്തേക്ക് ചുവടുവച്ചു. ഉടനെ തൊട്ടുപുറകിൽ നിന്നും മറ്റൊരു കാൽപെരുമാറ്റം കേട്ടു. അത് കേട്ടതും അവൻ പെട്ടെന്ന് നിശ്ചലനായി. ഉടനെ ആ ശബ്ദവും നിലച്ചു. കുറച്ചു നേരത്തേക്ക് അവൻ നിന്നിടത്തു നിന്നും അനങ്ങിയില്ല. പുറകിൽ നിന്നും ശബ്ദമൊന്നും കേൾക്കാതായതോടെ അവൻ വീണ്ടും ഒരു ചുവട് കൂടി വച്ചു. ഉടനെ പുറകിൽ എവിടെ നിന്നോ ഒരു വലിയ കല്ല് വന്ന് അവൻ്റെ തലയ്ക്ക് പുറകിൽ പതിച്ചു. അർജുൻ മുന്നിലെ പുല്ലുകൾക്കിടയിലേക്ക് കമിഴ്ന്നടിച്ചു വീണു. അവന് നിലത്തു നിന്നും എഴുന്നേൽക്കാൻ കഴിയുന്നതിനു മുന്നേ ആരോ അവൻ്റെ രണ്ടു കാലുകളിലും പിടിച്ചു വലിച്ച് അല്പം അകലേക്ക് കൊണ്ടുപോയി. നിലത്തെ കല്ലിലും മുള്ളിലും ഉരഞ്ഞ് അവൻ്റെ ദേഹത്ത് മുറിവുകളുണ്ടായി. നിലത്തു നിന്നും എങ്ങനെയെങ്കിലും എഴുന്നേൽക്കാനുള്ള അവൻ്റെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു. ഏതാനും വാരാകലേക്ക് അവനെ കൊണ്ടുപോയ ശേഷം പെട്ടെന്ന് വലിച്ചിഴക്കൽ നിലച്ചു. അവൻ്റെ കാലുകൾ സ്വതന്ത്രമാക്കപ്പെട്ടു. അർജുൻ പതിയെ തലയുയർത്തി പുറകോട്ട് നോക്കി. ആരുമില്ല. അവൻ നിലത്ത് കൈകൾ കുത്തി എഴുന്നേറ്റു. കണ്ണമ്മയുടെ വീട് കാണുന്നില്ല. താൻ വേറെ എവിടെയോ ആണ് എത്തിയിരിക്കുന്നത്. വിജനമായ പറമ്പിൽ നനഞ്ഞു കുതിർന്ന് ഏകനായി നിൽക്കുമ്പോൾ ദൂരെ എവിടെയൊക്കെയോ നിന്നുകൊണ്ട് ആരൊക്കെയോ തൻ്റെ ഓരോ ചലനവും നിരീക്ഷിക്കുന്നുണ്ടെന്ന തോന്നൽ അവനിൽ ശക്തമായി. അത് വെറും തോന്നലല്ല എന്ന് തൊട്ടു മുമ്പ് നടന്ന സംഭവം ഉറപ്പിച്ചതാണ്. ശരിക്കും ഇവിടെ ആരോ ഉണ്ട്. ഭയം നിറഞ്ഞ കണ്ണുകളുമായി അർജുൻ ചുറ്റിലും നോക്കി. ആരെയും കാണുന്നില്ല. പക്ഷേ ആരോ ഇവിടെ എവിടെയോ ഉണ്ടെന്ന് അവൻ ഉറപ്പായിരുന്നു. തൻ്റെ കണ്ണുകൾക്ക് ദൃഷ്ടിഗോചരമല്ലാത്ത ആ ദുഷ്ടശക്തിയിൽ നിന്നും രക്ഷ നേടാൻ എന്താണ് മാർഗമെന്നറിയാതെ അർജുൻ പരിഭ്രാന്തനായി. പ്രതീക്ഷയുടെ ഒരു നാമ്പ് പോലും തെളിയുന്നില്ല. ഈ സമയത്ത് ആരും ഈ വഴി വരില്ലെന്നുറപ്പാണ്. എങ്ങനെയെങ്കിലും ഇവിടെ നിന്നും രക്ഷപ്പെട്ടേ മതിയാവൂ. പക്ഷേ തന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്ന ഈ ദുഷ്ടശക്തിയുടെ കരുത്തോ ബലഹീനതകളോ തനിക്കറിയില്ല. എന്തിന്, താൻ ഇപ്പോൾ കൃത്യമായി ഏതു ഭാഗത്താണ് എന്ന് പോലും അറിയാത്ത അവസ്ഥയാണ്. ഓടാൻ ശ്രമിച്ചാൽ എന്താണ് സംഭവിക്കുക എന്നും അറിയില്ല. ഓടുകയാണെങ്കിൽ തന്നെ എവിടേക്കാണ് ഓടേണ്ടത്? തന്നെ വളരെ വിദഗ്ധമായിട്ടാണ് ആ ദുരാത്മാവ് ഇവിടം വരെ എത്തിച്ചത്. ഭയവും ആശയക്കുഴപ്പവും നിറഞ്ഞ മനസ്സുമായി നിൽക്കുമ്പോൾ അവൻ്റെ മൂക്കിലേക്ക് വീണ്ടും രക്തത്തിൻ്റെ രൂക്ഷഗന്ധം അടിച്ചു കയറി. അർജുൻ്റെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു. അവൻ കണ്ണുകൾ ഇറുക്കിയടച്ച് മുഷ്ടികൾ ചുരുട്ടിപ്പിടിച്ച് ഒരു നിമിഷം നിന്നു. പിന്നെ രണ്ടും കൽപ്പിച്ച് അവൻ മുന്നോട്ട് കുതിച്ചു. പുറകിൽ നിന്നും ഒരു പ്രഹരം അവൻ പ്രതീക്ഷിച്ചെങ്കിലും അതുണ്ടായില്ല. നിലത്തെ കല്ലിലും മുള്ളിലും ചവിട്ടി അവൻ പ്രാണരക്ഷാർത്ഥം ഓടിക്കൊണ്ടിരുന്നു. ഓട്ടത്തിനിടയിൽ വലിയൊരു കല്ല് അവൻ്റെ പുറകിൽ വന്നിടിച്ചു. അതിൻ്റെ ശക്തിയിൽ അവൻ നിലത്തേക്ക് മറിഞ്ഞു വീണു. മുന്നിൽ ആരോ ഉണ്ടെന്ന് തോന്നിയ അവൻ നിലത്ത് കിടന്നുകൊണ്ട് പതിയെ തലയുയർത്തി നോക്കി. മുന്നിൽ ഒരു മനുഷ്യരൂപം നിൽക്കുന്നത് നിലാവെളിച്ചത്തിൽ അവൻ കണ്ടു. അതാരാണെന്ന് മനസ്സിലാക്കാൻ കുട്ടിക്കാലത്തെ ചെറിയൊരു ഓർമ്മ തന്നെ ധാരാളമായിരുന്നു. ദേഹം മുഴുവൻ രക്തത്തിൽ മുങ്ങിയ കണ്ണമ്മ. അവരുടെ നിർജീവമായ കണ്ണുകളിൽ എന്തിനോടോ ഉള്ള വെറുപ്പും വിദ്വേഷവും നിറഞ്ഞു നിന്നിരുന്നു. അവരുടെ കയ്യിലെ കൊയ്ത്തരുവാൾ നിലാവെളിച്ചമേറ്റ് തിളങ്ങി. അർജുൻ കൈകൾ കുത്തി പുറകോട്ട് നീങ്ങാൻ ശ്രമിച്ചതും അവരുടെ കൈ മുകളിലേക്ക് ഉയർന്നു താണു. അരിവാൾ അർജുൻ്റെ നെഞ്ചിനു കുറുകെ നീളത്തിൽ മുറിവുണ്ടാക്കി കടന്നുപോയി. അവൻ ഉച്ചത്തിൽ അലറിക്കരഞ്ഞു. ഉടനെ കണ്ണമ്മയുടെ അസാധാരണ വലുപ്പമുള്ള കാൽ മുകളിലേക്ക് ഉയർന്നത് അവൻ കണ്ടു. ആ പ്രഹരം താങ്ങാനുള്ള ശേഷി തനിക്കില്ല. അവൻ ഒരു കൈ കൊണ്ട് മുഖം മറച്ച് തല ഒരു വശത്തേക്ക് ചെരിച്ചു. ഒരു നിമിഷം അവൻ ആ കിടപ്പ് കിടന്നു കാണും. ഒന്നും സംഭവിച്ചില്ല. അർജുൻ പതിയെ കണ്ണു തുറന്നു നോക്കി. അവർ മുന്നിൽ നിന്നും അപ്രത്യക്ഷമായിരിക്കുന്നു. അതവനെ കൂടുതൽ ഭയപ്പെടുത്തി. കണ്ണിൽ കാണാൻ പറ്റുന്നതിനേക്കാൾ ഭയപ്പെടേണ്ടത് അദൃശ്യമായതിനെയാണ്. തന്നെ കൊല്ലാനാണെങ്കിൽ ആ വെട്ട് തൻ്റെ കഴുത്തിൽ വെട്ടിയാൽ മതിയായിരുന്നു. മാത്രമല്ല തന്നെ ഇവിടെ വരെ എത്തിക്കേണ്ട കാര്യവുമില്ലായിരുന്നു.
വരമ്പിലെ ഇരുട്ടിൽ വെച്ച് തന്നെ അതാവാമായിരുന്നു. നെഞ്ചിലെ മുറിവിൻ്റെ വേദന സഹിച്ച് അർജുൻ നിലത്തു നിന്നും എഴുന്നേറ്റു. എന്തിനാണ് ഈ എലിയും പൂച്ചയും കളിക്കുന്നത്? തന്നെ നിസ്സഹായാവസ്ഥയിൽ എത്തിക്കുന്നതിനു വേണ്ടിയാണോ? അതോ അവർ എന്തിലൂടെയെല്ലാം കടന്നുപോയോ അതെല്ലാം താൻ കൂടി അനുഭവിക്കാൻ വേണ്ടിയാണോ? അവൻ ചിന്തിച്ചു. മുന്നോട്ട് നടക്കാമെന്ന് തന്നെ തീരുമാനിച്ച് അവൻ ഒരു ചുവട് കൂടി മുന്നോട്ട് വെച്ചു. പുറകിൽ നിന്നും എന്ത് തരം ആക്രമണമാണ് ഉണ്ടാവുക എന്നറിയാത്തതുകൊണ്ട് വളരെ ശ്രദ്ധയോടെയാണ് അവനത് ചെയ്തത്. അടുത്ത നിമിഷം ആരൊക്കെയോ എടുത്തെറിഞ്ഞ പോലെ നൂറുകണക്കിന് കല്ലുകൾ അർജുൻ്റെ ദേഹത്ത് വന്ന് പതിച്ചു. അവൻ്റെ ദേഹം മുഴുവൻ ചതവുകൾ രൂപപ്പെട്ടു. അവൻ നിലത്തേക്ക് മറിഞ്ഞു വീണു. മഴ പെയ്ത് ചെളികിട്ടിക്കിടക്കുന്ന മണ്ണിൽ നിന്നും നേർത്ത ഞരക്കത്തോടെ അർജുൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. ഉടനെ അല്പം മുമ്പ് സംഭവിച്ചതുപോലെ ആരോ അവൻ്റെ 2 കാലുകളിലും പിടിച്ച് പുറകോട്ട് വലിച്ച് ദൂരേക്ക് കൊണ്ടുപോയി. നിലത്ത് കിടന്നിരുന്ന വലിയ കല്ലുകളിലൊന്നിൽ തലയിടിച്ച് അവൻ്റെ ബോധം മറഞ്ഞു. പിന്നീട് എപ്പോഴോ കണ്ണു തുറന്നു നോക്കിയ അർജുന് കുറച്ചു നേരത്തേക്ക് ഒന്നും വ്യക്തമായില്ല. കാഴ്ച അല്പം മങ്ങിയിരിക്കുകയാണ്. താൻ എവിടെയാണ്? അവൻ കൈകൾ ഉയർത്തി കണ്ണു തിരുമാൻ ശ്രമിച്ചു. പക്ഷേ കൈകൾ അനങ്ങിയില്ല. അവ പുറകിൽ ബന്ധനാവസ്ഥയിലാണ്. കാലുകൾ നിലത്ത് ഉറയ്ക്കാത്തതുപോലെ. താൻ നിൽക്കുകയാണോ അതോ കിടക്കുകയാണോ എന്ന് പോലും മനസ്സിലാവുന്നില്ല. ആ സമയം ശക്തിയായി വീശിയടിച്ച കാറ്റേറ്റ് അർജുൻ തണുത്തു വിറച്ചു. ഒപ്പം അവൻ്റെ ശരീരം ചെറുതായി ഒന്ന് ആടിയുലയുകയും ചെയ്തു. അപ്പോഴാണ് അവൻ ആ സത്യം തിരിച്ചറിഞ്ഞത്. താൻ നിൽക്കുകയോ കിടക്കുകയോ ഒന്നുമല്ല, മറിച്ച് മാട്ടിറച്ചി തൂങ്ങിക്കിടക്കുന്ന കണക്കെ എവിടെയോ തൂങ്ങിക്കിടക്കുകയാണ്. അർജുൻ തലമെല്ലെ ഉയർത്താൻ ശ്രമിച്ചു. എന്നാൽ കല്ലുകൊണ്ട ഭാഗത്ത് അസഹ്യമായ വേദന അനുഭവപ്പെട്ടത് മൂലം അവൻ ആ ശ്രമം ഉപേക്ഷിച്ചു. കുറച്ചു കഴിഞ്ഞ് കണ്ണുകൾ ഇരുട്ടിനോട് പൊരുത്തപ്പെട്ടു വന്നപ്പോൾ കാഴ്ചകൾ പതിയെ വ്യക്തമായി വന്നു. താൻ എവിടെയാണെന്ന തിരിച്ചറിവ് അവനെ ഭയത്തിൻ്റെ കൊടുമുടിയിലേക്ക് തള്ളിവിട്ടു. കണ്ണമ്മയുടെ വീടിനുള്ളിലാണ് താൻ. വല്ലാത്ത ദുർഗന്ധം വമിക്കുന്ന ഇരുട്ടുകുത്തി നിൽക്കുന്ന വീടിനുള്ളിൽ നിസ്സഹായനായി അർജുൻ ഞാന്നു കിടന്നു. കൈകൾ ചലിപ്പിക്കാൻ കഴിയുന്നില്ല. കാലുകൾ തറയിൽ നിന്നും ഉയരത്തിലാണ്. അവൻ കാൽപ്പിന്നിലേക്കും വശങ്ങളിലേക്കുമൊക്കെ നീട്ടി എവിടെയെങ്കിലും വല്ല ചുമരുമുണ്ടോ എന്നറിയാനായി പരതി നോക്കി. കാൽ വെറുതെ ശൂന്യതയിൽ ചലിച്ചതല്ലാതെ ഒന്നും സംഭവിച്ചില്ല. മുന്നിലെ ചുമർ അവ്യക്തമായി കാണാം. അത് പക്ഷേ കാൽ നീട്ടിയാലും എത്താത്തത്ര ദൂരെയാണ്. അർജുൻ ശരീരം മുന്നിലേക്ക് ആട്ടി നോക്കി. ഇല്ല, കാൽ എവിടേക്കും എത്തുന്നില്ല. പക്ഷേ ആ സമയം മുകളിൽ എന്തോ ഇളകുന്ന ശബ്ദം അവൻ കേട്ടു. അവനെ കൊളുത്തിയിട്ടിരിക്കുന്ന വീടിൻ്റെ മരപ്പലക ഒന്ന് ഇളകിയതായിരുന്നു അത്. നേർത്ത ഒരു പ്രതീക്ഷ തോന്നിയ അർജുൻ തൂങ്ങിക്കിടന്ന തൻ്റെ ശരീരം ശക്തിയായി ഇളക്കി. 3-4 തവണ അവനത് ചെയ്തു കാണും. കാലപ്പഴക്കം കൊണ്ട് ബലക്ഷയം വന്ന ആ മരപ്പലക തകർന്ന് അർജുൻ നിലത്തേക്ക് വീണു. കൈകൾ ബന്ധിപ്പിക്കപ്പെട്ടിരുന്നതുകൊണ്ട് നിലത്തു നിന്നും എഴുന്നേൽക്കാൻ അവന് കുറച്ചധികം കഷ്ടപ്പെടേണ്ടി വന്നു. രക്തക്കറ പറ്റിയ ചുമരുകളിലൊന്നിൽ ചാരി ഒരു വിധത്തിൽ അവൻ എഴുന്നേറ്റ് നിന്നു. പൊട്ടിയ ഓടുകൾക്കിടയിലൂടെ വന്നുകൊണ്ടിരുന്ന നിലാവെളിച്ചത്തിൻ്റെ സഹായത്തോടെ അർജുൻ പുറത്തേക്കുള്ള വാതിലന്വേഷിച്ച് മുന്നോട്ട് നടന്നു. എന്താണ് സംഭവിക്കുക എന്നറിയാത്തതുകൊണ്ട് അവൻ വളരെ കരുതലോടെയായിരുന്നു ഓരോ ചൂടും വെച്ചുകൊണ്ടിരുന്നത്. എന്തോ നേരത്തെ ഉണ്ടായിരുന്ന തോന്നൽ ഇപ്പോഴില്ല. താനിവിടെ തനിച്ചാണ് എന്നാണ് ഉള്ളം പറയുന്നത്. ആ ഒരു ധൈര്യത്തിൽ അടുത്ത മുറിയിലേക്ക് കടന്ന അർജുൻ സ്തംഭിച്ചുപോയി. അവിടെ ഒരു മൂലയിൽ ഒരു മനുഷ്യൻ്റെ അഴുകിയ ശവശരീരം കിടക്കുന്നു. അതിൽ നിന്നും വമിക്കുന്ന ദുർഗന്ധം അവിടെ ആകെ വ്യാപിച്ചിരുന്നു. അർജുൻ അവിടെ നിന്നും ഓക്കാനിച്ചുപോയി. അവൻ പതിയെ ഒരു ചുവട് പുറകോട്ട് വെച്ചു. രണ്ടാമത്തെ ചുവട് വയ്ക്കാൻ അവന് ഭയം തോന്നി. പുറകിൽ ആരോ ഉണ്ട്. ഓടി രക്ഷപ്പെടാൻ കഴിയില്ല. പെട്ടെന്ന് ആരോ അവനെ ആ മുറിക്കുള്ളിലേക്ക് തള്ളിയിട്ടു. ഉടനെ മുറിയുടെ വാതിൽ ശക്തിയായി കൊട്ടി അടയ്ക്കപ്പെടുകയും ചെയ്തു. മുകളിൽ മരം കൊണ്ടുള്ള തട്ടുണ്ടായിരുന്നതുകൊണ്ട് നിലാവെളിച്ചം പോലും ആ മുറിക്കുള്ളിലേക്ക് എത്തുന്നുണ്ടായിരുന്നില്ല. അർജുൻ ഇരുട്ടത്ത് നിന്ന് വിറച്ചു. കൈകളൊന്നനക്കാൻ സാധിച്ചിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ശ്രമിച്ചു നോക്കുകയെങ്കിലും ചെയ്യാമായിരുന്നു. അവൻ വളരെ സൂക്ഷിച്ച് മുന്നോട്ട് ചുവടുവെച്ച് ചുമരിൻ്റെ അടുത്തെത്തി. ചുമരിൽ ദേഹം ചേർത്ത് വെച്ച് അർജുൻ പതിയെ വാതിലന്വേഷിച്ച് ഒരു വശത്തേക്ക് നടന്നു നീങ്ങി. കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ അവൻ താൻ തൊട്ടുമുമ്പ് നിന്ന വാതിലിൻ്റെ അടുത്തെത്തി. ഉള്ളിലേക്ക് വലിച്ചാലേ അത് തുറക്കാൻ കഴിയൂ. അവൻ വാതിലിന് നേരെ പുറംതിരിഞ്ഞു നിന്ന് അതിൻ്റെ കൊളുത്തുകളിൽ ഒന്നിൽ പിടിച്ച് ശക്തിയായി വലിച്ചു. പക്ഷേ അത് തുറന്നില്ല. അവൻ ഒരിക്കൽ കൂടി ശ്രമിച്ചു നോക്കി. ഇല്ല, തുറക്കാൻ പറ്റുന്നില്ല. അർജുൻ വേഗം വാതിൽ ചുമരിനോട് ചേർന്ന കൂർത്ത ഭാഗത്ത് കൈകളെ ബന്ധിപ്പിച്ചിരുന്ന കെട്ട് അമർത്തി ഉരസി. ഏതാനും തവണ അത് ചെയ്തു കഴിഞ്ഞപ്പോൾ കെട്ടുപൊട്ടി കൈകൾ സ്വതന്ത്രമായി. അതവന് പകുതി ആശ്വാസം നൽകി. അവൻ ഒരിക്കൽ കൂടി 2 കൈകളും ഉപയോഗിച്ച് വാതിൽ തുറക്കാൻ ശ്രമിച്ചു. എന്നിട്ടും വാതിൽ തുറക്കാതായപ്പോൾ അവൻ ഒരു കാൽ ചുമരിൽ ചവിട്ടിപ്പിടിച്ചുകൊണ്ട് ആഞ്ഞു വലിച്ചു നോക്കി. പതിയെ വാതിൽ പാളികളിലൊന്ന് ചുമരിൽ നിന്നും ഇളകിയടർന്നു. പ്രതീക്ഷയോടെ അർജുൻ ഒന്നുകൂടി ആഞ്ഞു വലിച്ചു.
അവൻ പ്രതീക്ഷിച്ചതിനേക്കാൾ വളരെ എളുപ്പത്തിൽ അത് ഇളകിപ്പോന്നു. ഒരു കാൽ ചുമരിലായിരുന്നതുകൊണ്ട് അർജുൻ പുറകോട്ട് വേച്ചുപോയി. മറിഞ്ഞു വീഴാതെ ശരീരനില വീണ്ടെടുത്ത് അർജുൻ ആ വിടവിലൂടെ തല പുറത്തേക്ക് നീട്ടി നോക്കി. നേരെ മുന്നിൽ ഒരു മുറിക്കപ്പുറത്ത് പുറത്തേക്കുള്ള വാതിൽ തകർന്നു കിടക്കുന്നത് അവിടെ നിന്നാൽ കാണാമായിരുന്നു. അവൻ അവിടമാകെ ഒന്ന് നിരീക്ഷിച്ചു. ഇല്ല, ഒരിടത്തും ആരുമുള്ളതായി തോന്നുന്നില്ല. എങ്കിലും ആരോ തന്നെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ടെന്ന് അവൻ ഉറപ്പായിരുന്നു. അർജുൻ പതിയെ മുറിയിൽ നിന്നും പുറത്തേക്ക് വന്നു. അപ്പോഴാണ് അവൻ ആ ചെറിയ ഹാൾ ശരിക്കും കാണുന്നത്. കാലപ്പഴക്കം കൊണ്ട് പായൽ പിടിച്ച ചുമരുകളിൽ അങ്ങിങ്ങായി കറുത്ത അടയാളങ്ങൾ. അത് രക്തക്കറായിരിക്കാമെന്ന് അവൻ ഊഹിച്ചു. തൊട്ടുമുമ്പിൽ നിലത്ത് അല്പം മുമ്പ് തന്നെ തൂക്കിയിട്ടിരുന്ന ഇരുമ്പിൻ്റെ കൊളുത്ത് കിടക്കുന്നു. അവിടെയും രക്തക്കറ തെളിഞ്ഞു കാണാമായിരുന്നു. ഭയം മൂലം ദേഹം മുഴുവൻ മരവിക്കുകയാണ്. ആരായിരിക്കും പുറകിലെ മുറിയിൽ കണ്ട മനുഷ്യൻ? മുറിയിലെ കനത്ത ഇരുട്ടുമൂലം ഒന്നും വ്യക്തമായില്ല. വീണ്ടും എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നതിന് മുമ്പ് ഇവിടെ നിന്നും ഓടി രക്ഷപ്പെടണമെന്നുണ്ട്. പക്ഷേ എവിടേക്ക് പോയാലാണ് തന്നെ ആക്രമിക്കുന്ന ഈ പിശാചിൻ്റെ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയുക? കാലുകളിൽ പരിക്കൊന്നുമില്ലെങ്കിലും വെട്ടേറ്റതുകൊണ്ടും തല നിലത്തിടിച്ചതുകൊണ്ടും കല്ലുകൾ ദേഹത്തേൽപ്പിച്ച ചതവുകളുമൊക്കെ കൊണ്ടുള്ള വേദന കാരണം തനിക്ക് അത്ര വേഗത്തിലൊന്നും ഓടാൻ കഴിയില്ല എന്ന് കരുതി ഇവിടെ നിൽക്കുന്നത് കൂടുതൽ അപകടമാണ്. ഓടുകയല്ലാതെ തനിക്ക് മുന്നിൽ വേറെ വഴിയൊന്നുമില്ല. നേരെ മുന്നിൽ കാണുന്ന പുറത്തേക്കുള്ള വാതിൽ ലക്ഷ്യമാക്കി ഓടാനായി ഒരു ചുവട് വെച്ചതും തലയ്ക്കുള്ളിൽ പെരുമ്പറ മുഴക്കിക്കൊണ്ട് അസഹ്യമായ വേദന തലച്ചോറിലൂടെ കടന്നുപോയി. അർജുൻ കൈകൾ കൊണ്ട് തലപൊത്തി കുനിഞ്ഞിരുന്നു. 1-2 നിമിഷമെടുത്തു അതിൻ്റെ ആഘാതത്തിൽ നിന്നും പുറത്തു വരാൻ. അവൻ പതിയെ വീണ്ടും എഴുന്നേറ്റ് നിന്നു. ഓടാൻ കഴിയില്ല എന്ന കാര്യം ഉറപ്പായി. നടന്ന് ഇവിടെ നിന്നും രക്ഷപ്പെടുക എന്നത് ഏതാണ്ട് അസാധ്യമാണെന്ന് അവന് തോന്നി. എന്തായാലും ഇതിനകത്ത് നിന്നും ആദ്യം പുറത്തു കടക്കാം, ബാക്കി എന്നിട്ട് ആലോചിക്കാമെന്ന് തീരുമാനിച്ച് അർജുൻ പുറത്തേക്കുള്ള വാതിലിന് നേരെ പതിയെ ചുവടുവെച്ചു. ഓരോ ചുവടുവെക്കുമ്പോഴും ഒരു ആക്രമണം അവൻ പ്രതീക്ഷിച്ചിരുന്നു. നടന്ന് വാതിലിനടുത്തെത്താറായിട്ടും ഒന്നും സംഭവിക്കാതിരുന്നത് അവനെ കൂടുതൽ ഭയപ്പെടുത്തി. വലുതെന്തോ വരാൻ പോകുന്നുണ്ടെന്ന് അവൻ്റെ മനസ്സ് മന്ത്രിച്ചു. അവൻ പതിയെ വാതിൽ പിന്നിട്ട് ചവിട്ടുപടിയിലേക്ക് കാലെടുത്തു വെച്ചു. നിലാവെളിച്ചം എങ്ങും നിറഞ്ഞു നിന്നിരുന്നു. വീടിനകത്തു നിന്നും പുറത്തു കടന്ന അർജുൻ ചുറ്റിലും നോക്കി. ഒരെത്തും പിടിയും കിട്ടുന്നില്ല. തെറ്റായ ഒരു തീരുമാനം മതി ജീവൻ കൂടുതൽ അപകടത്തിലാവാൻ. താൻ ഏതു ഭാഗത്തു നിന്നുമാണ് വന്നതെന്ന് അവൻ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. അപ്പോഴാണ് അവൻ ആ കാര്യം ശ്രദ്ധിച്ചത്. താൻ ഇപ്പോൾ നിൽക്കുന്നത് വീടിൻ്റെ പുറകുവശത്താണ്. പക്ഷേ താൻ മുമ്പ് നടന്നു വന്നത് വീടിൻ്റെ മുൻവശത്തേക്കായിരുന്നു. അതുവഴി പോയാലേ പാടവരമ്പത്തേക്ക് എത്താൻ പറ്റൂ. അർജുൻ ഒരു വശത്തേക്ക് തിരിഞ്ഞ് വീടിൻ്റെ മുൻഭാഗത്തേക്ക് നടന്നു. കുറച്ച് മുന്നോട്ട് നടന്നു കഴിഞ്ഞപ്പോൾ പറമ്പിൻ്റെ ഒരു കോണിലായി ഒരു കുളം അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. കണ്ണമ്മ മുമ്പ് മത്സ്യകൃഷി നടത്തിയിരുന്ന നാട്ടിൽ നിന്നും കാണാതായ ആളുകളുടെ തലകൾ കണ്ടെടുക്കപ്പെട്ട കുളം. വീടിനകത്ത് വെച്ച് ആളുകളെ കശാപ്പ് ചെയ്ത ശേഷം കണ്ണമ്മ അവരുടെ തലകൾ കുളത്തിൽ കൊണ്ടുവന്നിടുന്ന രംഗം അർജുൻ്റെ മനസ്സിൽ തെളിഞ്ഞു. അതോർത്തപ്പോൾ തന്നെ അവന് ഉൾക്കിടിലമുണ്ടായി. അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അവർ എത്ര ഭയങ്കരിയായിരുന്നിരിക്കണം. ഇവിടെ നിന്നും രക്ഷപ്പെടാൻ കഴിഞ്ഞില്ലെങ്കിൽ തൻ്റെയും ഗതി അതുതന്നെയായിരിക്കുമെന്ന ചിന്ത അവനെ നടുക്കി. അർജുൻ പതിയെ വീടിനോട് ചേർന്ന് മുന്നോട്ട് നടന്നു. ഇതുവരെയും ഒന്നും സംഭവിച്ചിട്ടില്ല. അവന് കൂടുതൽ ഭയം തോന്നാൻ തുടങ്ങി. കണ്ണമ്മയുടെ ദുരാത്മാവ് തന്നെ വെറുതെ വിട്ടു എന്ന് കരുതുന്നത് അബദ്ധമാണ്. അവർക്ക് ജോലിയും താമസിക്കാൻ ഒരിടവും നൽകിയ കേശവൻ നായരെ വരെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതാണ്. പിന്നെയാണ് അവർക്ക് ഒരു സഹായവും ചെയ്തിട്ടില്ലാത്ത തന്നെ വിടുന്നത്. ഓരോ ചിന്തകൾ അലട്ടുന്ന മനസ്സുമായി മുന്നോട്ട് നടക്കുമ്പോൾ കുളത്തിലെ വെള്ളം അസാധാരണമായി ഇളകുന്നത് അവൻ അറിഞ്ഞു. എന്തോ സംഭവിക്കാൻ പോവുകയാണ്. അർജുൻ നടത്തത്തിൻ്റെ വേഗത വർദ്ധിപ്പിച്ചു. ഉടനെ തലയ്ക്കുള്ളിൽ ചെറിയ വേദന അനുഭവപ്പെടാൻ തുടങ്ങി. 2 കൈകൾ കൊണ്ടും തല അമർത്തിപ്പിടിച്ച് അവൻ വേഗത്തിൽ തന്നെ നടന്നു. കാറ്റിൻ്റെ ശക്തി വർദ്ധിച്ചു വരികയാണ്. അർജുൻ തണുത്തു വിറച്ചു. നടന്ന് വീടിൻ്റെ മുൻവശത്തേക്കെത്തിയ അർജുൻ താൻ എവിടെ നിന്നുമാണ് വന്നതെന്ന് കണ്ടെത്താൻ ശ്രമിച്ചു. എങ്ങും പുല്ലുകൾ വളർന്നു നിന്നിരുന്നതുകൊണ്ട് അവനത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. മരങ്ങൾ കാറ്റിൽ ആടിയുലയാൻ തുടങ്ങി. എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നതിൻ്റെ ലക്ഷണങ്ങൾ. എവിടേക്കാണ് എന്നറിയാതെ മുന്നോട്ട് തന്നെ നടക്കാൻ അർജുൻ തീരുമാനിച്ചു. കുറച്ചു ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ അകലെയായി താഴ്ന്ന ഭാഗത്ത് പാടവും വരമ്പുകളും അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അത്യാവശ്യം ദൂരമുണ്ട് അവിടേക്ക്. നടന്നവിടെ എത്തുക എന്നത് സാധ്യമാണോ എന്ന് സംശയമാണ്. ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന എലിയുടെ മുകളിലേക്ക് ചാടി വീഴുന്ന പൂച്ചയെപ്പോലെ അവർ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടായിരിക്കും. ഒരുപക്ഷെ തൻ്റെ തൊട്ടുപുറകിൽ തന്നെ. താൻ ഒരു ജീവൻ മരണ പോരാട്ടത്തിലാണ് അകപ്പെട്ടിരിക്കുന്നത്. ഓടാൻ കഴിയാത്തതുമൂലം അർജുൻ തല അമർത്തിപ്പിടിച്ചുകൊണ്ട് വേഗത്തിൽ ചുവടുകൾ വെച്ചു. ഓരോ ചുവടും തലയ്ക്കുള്ളിൽ കനത്ത ആഘാതം ഏൽപ്പിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ നടക്കുന്നതിൻ്റെ പകുതി സമയവും അവൻ കണ്ണുകൾ ഇറുക്കി അടച്ചു പിടിച്ചിരിക്കുകയായിരുന്നു.
താൻ കുറേ ദൂരം നടന്നു കഴിഞ്ഞു എന്ന് തോന്നി പതിയെ കണ്ണു തുറന്നു നോക്കിയ അർജുൻ ഒരു നടുക്കത്തോടെ പുറകോട്ട് ചാടി. തൊട്ടുമുന്നിൽ ആ വലിയ കുളം, അതിലെ വെള്ളം ഇപ്പോഴും ഇളകി മറിയുകയാണ്. നേരെ നടന്ന താനെങ്ങനെ ഇവിടെ എത്തി? അർജുൻ മെല്ലെ പുറകോട്ട് കാലെടുത്തു വെച്ചതും അവൻ്റെ കഴുത്തിൽ ഒരു കൊയ്ത്തരിവാൾ സ്പർശിച്ചതും ഒന്നിച്ചായിരുന്നു. അത് പിടിച്ചിരുന്ന കൈകൾ അവന് കാണാൻ കഴിയുമായിരുന്നില്ല. പുറകോട്ട് നോക്കാൻ അവൻ ഭയന്നു. ഇവിടെ വെച്ച് തൻ്റെ തലയുയർത്ത ശേഷം ദേഹം വീടിനകത്തേക്ക് കൊണ്ടുപോയി മാംസം കണക്കെ അതിനുള്ളിൽ കെട്ടിത്തൂക്കിയിടും അവൻ ഉറപ്പിച്ചു. ഭയന്നു വിറച്ച് അർജുൻ ഉമിനീരിറക്കി. അരിവാൾ വായുവിലേക്ക് ഉയർന്നു പൊങ്ങി. തൻ്റെ ആയുസ് ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം. അരിവാൾ തൻ്റെ കഴുത്തിന് നേരെ അതിവേഗത്തിൽ പാഞ്ഞു വരികയാണ്. അടുത്ത നിമിഷം ഏതോ ഒരു ആന്തരിക ചോദനയാൽ അർജുൻ മുന്നിലെ കുളത്തിലേക്ക് എടുത്തു ചാടി. അവൻ്റെ കഴുത്ത് ലക്ഷ്യമാക്കി താഴ്ന്നു വന്ന അരിവാൾ കഴുത്തിൻ്റെ പിൻഭാഗത്ത് മുറിവുണ്ടാക്കി കടന്നുപോയി. കടൽ പോലെ ഇളകിമറിയുന്ന വെള്ളത്തിലേക്ക് അർജുൻ വന്നു പതിച്ചു. നീന്തലറിയാമായിരുന്നെങ്കിലും വെള്ളത്തിൻ്റെ ശക്തിയായ ഉലയൽ മൂലം അവന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവൻ കുളത്തിലേക്ക് മുങ്ങിത്താഴാൻ തുടങ്ങി. വെള്ളത്തിൽ കിടന്ന് അർജുൻ കൈകാലിട്ടടിച്ചു. എന്തോ ഭാഗ്യത്തിന് കുളത്തിലേക്ക് വളർന്നു നിന്നിരുന്ന വള്ളിച്ചെടികളിലൊന്നിൽ അവൻ്റെ കൈ തടഞ്ഞു. വെള്ളത്തിലേക്ക് പൂർണ്ണമായും മുങ്ങിത്താഴുന്നതിന് മുന്നേ അവൻ ആ വള്ളിച്ചെടിയിൽ കൈ ചുരുട്ടിപ്പിടിച്ചു. അതിൽ പിടിച്ചു വലിച്ച് അർജുൻ എങ്ങനെയോ മുകളിലേക്ക് കയറി. കുളത്തിൽ നിന്നും കരയിലേക്ക് എത്തുന്നതിനു മുമ്പേ അരിവാളുകൊണ്ട് അരിഞ്ഞ പോലെ വള്ളിച്ചെടി അതിൻ്റെ വേരിൽ നിന്നും വേർപെട്ടു. അതോടെ അർജുൻ കുളത്തിലേക്ക് മറിഞ്ഞു വീണു. തിരമാല കണക്കെ ഇളകി മറിയുന്ന വെള്ളത്തിൽ അർജുൻ ഒന്നും ചെയ്യാനാവാതെ മുങ്ങിത്താഴ്ന്നു തുടങ്ങി. അതിതീവ്രമായ കാറ്റിൽ മരങ്ങളും തെങ്ങുകളും കടപുഴകി വീണുകൊണ്ടിരുന്നു. തലവെള്ളത്തിലേക്ക് താഴുന്നതിനു മുമ്പ് അർജുൻ പരമാവധി ശ്വാസമുള്ളിലേക്കെടുത്തു. നീന്താൻ കഴിയാത്ത അവസ്ഥയിൽ അവൻ വെള്ളത്തിനടിയിലേക്ക് ആരോ വലിച്ചെടുപ്പിക്കുന്ന പോലെ അതിവേഗത്തിൽ താഴ്ന്നുപോയി. കുളത്തിൻ്റെ അടിത്തട്ടിൽ പാദങ്ങൾ സ്പർശിച്ചതും അർജുൻ കാൽമുട്ട് മടക്കി നിലത്ത് ആഞ്ഞു ചവിട്ടി. അവൻ്റെ ദേഹം മുകളിലേക്ക് ശരവേഗത്തിൽ ഉയർന്നു പൊങ്ങി. അവൻ വീണ്ടും ജലോപരിതലത്തിലെത്തി. തല മുകളിലേക്ക് ഉയർത്തി ഒരു ദീർഘശ്വാസം എടുത്ത് കരയിലേക്ക് നീന്താൻ ശ്രമിച്ച അർജുൻ എന്തോ വലിയ ശബ്ദം കേട്ട് തലപൊക്കി നോക്കി. കാറ്റിൽ ഒരു വടവൃക്ഷം കടപുഴകി തൻ്റെ നേരെ വീഴുന്നതാണ് അവൻ കണ്ടത്. ഞെട്ടിപ്പോയ അർജുൻ വേഗം വെള്ളത്തിലേക്ക് മുങ്ങിയതും കുളത്തിലെ ജലം കരയിലേക്ക് തെറിപ്പിച്ചുകൊണ്ട് മരം അവൻ്റെ നേരെ മുകളിലായി വന്നു പതിച്ചു. അധികമൊന്നും ഒഴിഞ്ഞു മാറാൻ കഴിയാതിരുന്ന അർജുൻ്റെ തലയിൽ മരത്തിൻ്റെ ബലമുള്ള ശിഖരങ്ങളിലൊന്ന് ശക്തിയായി പ്രഹരമേൽപ്പിച്ചു. അവൻ്റെ ബോധം മറഞ്ഞു. യാതൊരു പ്രതിരോധവുമില്ലാതെ അർജുൻ വെള്ളത്തിനടിയിലേക്ക് മുങ്ങിത്താഴാൻ തുടങ്ങി. ഏതാനും വായുകുമിളകൾ അവൻ്റെ മൂക്കിൽ നിന്നും പുറത്തേക്ക് വന്നു. അബോധാവസ്ഥയിൽ അതുവരെയുള്ള ജീവിതം അവൻ്റെ മനസ്സിലൂടെ ഒരു സിനിമ എന്ന പോലെ ക്ഷണനേരം കൊണ്ട് മിന്നിമറഞ്ഞു. കുട്ടിക്കാലത്ത് വയലിലും കുളത്തിലും നീന്തി തുടിച്ചതും അമ്മൂമ്മ ഭക്ഷണം വാരിത്തന്നതും കൂട്ടുകാരോടൊത്ത് കുസൃതികൾ കാണിച്ചതും സ്കൂൾ മാറിയതും പുതിയ കൂട്ടുകാരെ കിട്ടിയതും ജോലിക്ക് പ്രവേശിച്ചതുമെല്ലാം അവൻ കൺമുന്നിൽ കണ്ടു. അബോധാവസ്ഥയിലും അവൻ്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ ഒഴുകിയിറങ്ങി കുളത്തിലെ വെള്ളത്തിൽ ലയിച്ചു ചേർന്നു. പെട്ടെന്ന് ഒരു ഭീമാകാരൻ മത്സ്യം അർജുൻ്റെ മുഖത്ത് വാലിട്ടടിച്ച് കടന്നുപോയി. അവൻ ഞെട്ടി കണ്ണു തുറന്നു. താൻ വെള്ളത്തിലേക്ക് മുങ്ങിത്താഴുകയാണ് എന്ന് തിരിച്ചറിഞ്ഞ അവൻ സർവ്വശക്തിയും എടുത്ത് മുകളിലേക്ക് നീന്തി. ഇളകിമറിയുന്ന ജലോപരിതലത്തിലെത്തി മരത്തിൻ്റെ തടിയിൽ അള്ളിപ്പിടിച്ച് അവൻ കരയിലേക്ക് നീങ്ങി. കരയിൽ കയറിയാലും ഇവിടെ നിന്നും രക്ഷപ്പെടാൻ കഴിയുമെന്ന് അവന് ഉറപ്പില്ലായിരുന്നു. വെള്ളത്തിൽ നിന്നുകൊണ്ട് അവൻ കരയിലേക്ക് നോക്കി. ആരെയും കാണുന്നില്ല. എങ്കിലും ഏത് നിമിഷം വേണമെങ്കിലും ആ ദുഷ്ടശക്തി തനിക്കരികിൽ പ്രത്യക്ഷപ്പെടുമെന്ന് അറിയാമായിരുന്നതുകൊണ്ട് അവന് ആശ്വാസമൊന്നും തോന്നിയില്ല. കരയോടടുത്തപ്പോൾ മരത്തടിയിലെ പിടുത്തം വിട്ട് അർജുൻ വളർന്നു നിന്നിരുന്ന വള്ളിച്ചെടികളിൽ പിടിച്ച മുകളിലേക്ക് കയറി. എന്തെങ്കിലും സംഭവിച്ച് വീണ്ടും കുളത്തിലേക്ക് വീഴുകയാണെങ്കിൽ മരത്തടിയിൽ കയറി നിൽക്കാമെന്ന് അവൻ ചിന്തിച്ചു. ഒരു വിധത്തിൽ കരയിലേക്ക് കയറി അർജുൻ ദീർഘമായി ശ്വസിച്ചു. ഇപ്പോഴും കാറ്റിൻ്റെ ശക്തി കുറഞ്ഞിട്ടില്ല. എപ്പോൾ വേണമെങ്കിലും ചുറ്റുമുള്ള മരങ്ങൾ കടപുഴകി തൻ്റെ നേരെ വീഴുമെന്ന് അവൻ ഭയന്നു. എത്രയും വേഗം പാടവരമ്പിലേക്ക് എത്തണം. ഓടാൻ കഴിയാത്തതുകൊണ്ട് അവൻ ആവും പോലെ കാലുകൾ വലിച്ചു വെച്ച് വേഗത്തിൽ നടക്കാൻ ശ്രമിച്ചു. ശക്തമായ കാറ്റ് അവനെ പുറകോട്ട് തള്ളി. താൻ നിലത്തു നിന്നും ഉയർന്നു പൊങ്ങുമോ എന്ന് പോലും അവന് തോന്നി. കാറ്റിൻ്റെ സ്വാധീനത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാനായി അർജുൻ തല അല്പം മുന്നോട്ട് കുനിച്ചു പിടിച്ചുകൊണ്ട് നടത്തം തുടർന്നു. നടന്ന് അവൻ പറമ്പിൻ്റെ അതിരിലെത്തി. നേരെ മുന്നിൽ ഒരു ഇറക്കമാണ്. അതിറങ്ങിച്ചെല്ലുന്നത് പാടവരമ്പിലേക്കാണ്. അർജുൻ നിലത്ത് കൈകൾ കുത്തിയിരുന്ന് താഴേക്ക് ഇഴുകിയിറങ്ങി. അവൻ്റെ ദേഹം മുഴുവൻ ചെളിപറ്റി. അതൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയ സാഹചര്യമല്ലാതിരുന്നതുകൊണ്ട് അവൻ പറ്റാവുന്നത്ര ദൂരേക്ക് നടന്നു. കുറച്ചു ദൂരം മുന്നോട്ട് നടന്നു കഴിഞ്ഞപ്പോൾ കിതപ്പും ക്ഷീണവും അനുഭവപ്പെടാൻ തുടങ്ങിയ അർജുൻ തല ഉയർത്തി നേരെ നിന്നു. ഉടനെ ശക്തമായ കാറ്റേറ്റ് അവൻ പുറകോട്ടാഞ്ഞു. പെട്ടെന്ന് തന്നെ കാൽമുട്ട് മടക്കി തല മുന്നോട്ട് ചായ്ച്ചതുകൊണ്ട് മാത്രം അർജുൻ വീഴാതെ രക്ഷപ്പെട്ടു. കാലുകൾ തളർന്നു തുടങ്ങുന്നു.
ഒരു ചുവട് പോലും മുന്നോട്ട് വയ്ക്കാൻ കഴിയാത്ത അവസ്ഥ. ഇവിടെ നിന്നാൽ മരണം ഉറപ്പാണ്. രാവിലെ മുതൽ നാട്ടുകാർ തനിക്കായി അന്വേഷണം തുടങ്ങും. പിന്നെ അത് പോലീസ് ഏറ്റെടുക്കും. ഒടുവിൽ തൻ്റെ ശരീരവും ആ വീടിനകത്ത് നിന്ന് കണ്ടെടുക്കും. അതോർത്തപ്പോൾ അവൻ്റെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു. ഭയം നൽകിയ ഊർജം സംഭരിച്ച് അർജുൻ മുന്നോട്ട് നടന്നു. നല്ല നിലാവുള്ളതുകൊണ്ട് മാത്രമാണ് വഴി കാണാൻ പറ്റുന്നത്. എങ്ങാനും മഴ തുടങ്ങിയാൽ തീർന്നു. പിന്നെ പറയുകയേ വേണ്ട. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വീട്ടിലെത്താൻ നോക്കുന്നതാണ് നല്ലത്. കുറച്ചു ദൂരം മുന്നോട്ട് നടന്നതും വീണ്ടും എവിടെ നിന്നോ രക്തത്തിൻ്റെ രൂക്ഷഗന്ധം അവൻ്റെ മൂക്കിലേക്ക് തുളച്ചു കയറി. വല്ലാത്ത ഭയം അവനെ പിടിമുറുക്കി. അവൻ്റെ കണ്ണുകൾ വികസിച്ചു. തനിക്കരികിൽ തന്നെ വെട്ടിമുറിക്കാൻ വ്യഗ്രത പൂണ്ട് നിൽക്കുന്ന ഒരദൃശ്യ ശക്തിയുടെ സാന്നിധ്യം അവൻ അറിഞ്ഞു. ദേഹം മുഴുവൻ ഒരുതരം തരിപ്പ് പടർന്നു കയറി. അവൻ രണ്ടും കൽപ്പിച്ച് മുന്നോട്ടോടി. തല പിളരുന്നതുപോലെയുള്ള വേദന അനുഭവപ്പെട്ടെങ്കിലും അവൻ ഓട്ടം നിർത്തിയില്ല. കുറച്ചു ദൂരം ഓടിയ അർജുൻ്റെ കണ്ണിൽ ഇരുട്ട് കയറി. അവൻ മുന്നിലേക്ക് മറിഞ്ഞു വീണു. അസഹ്യമായ വേദന മൂലം അവൻ തല അമർത്തിപ്പിടിച്ചു. നിലത്ത് വരമ്പിലെ ചെളിവെള്ളത്തിൽ കിടക്കുമ്പോൾ മുന്നിൽ ആരോ നിൽക്കുന്നത് അവൻ അറിഞ്ഞു. ഇനി രക്ഷയില്ല, ഓടാൻ കഴിയില്ല, എല്ലാം അവസാനിക്കുകയാണ്. പക്ഷേ നിസ്സഹായനായി മരണത്തിന് കീഴടങ്ങി കൊടുക്കാൻ അവൻ്റെ മനസ്സനുവദിച്ചില്ല. അവൻ നിലത്ത് കൈകൾ കുത്തി എഴുന്നേറ്റ് നിന്നു. കാഴ്ച അവ്യക്തമാണ്. എങ്കിലും നല്ല വലുപ്പമുള്ള ആരോ ഒരാൾ മുന്നിൽ നിൽക്കുന്നത് മങ്ങിയ പോലെ അവന് കാണാമായിരുന്നു. അവൻ പതിയെ പുറകോട്ട് ചുവടുവെച്ചു. അതിനനുസരിച്ച് മുന്നിലെ രൂപവും അടുത്തേക്ക് വന്നു. ഒരു പ്രത്യാക്രമണം നടത്തി നോക്കിയാലോ എന്ന ചിന്തയിൽ അവൻ മുഷ്ടി ചുരുട്ടി മുന്നിലെ രൂപത്തിൻ്റെ തല ഉണ്ടെന്ന് തോന്നിക്കുന്ന ഭാഗത്തേക്ക് ആഞ്ഞിടിച്ചു. പക്ഷേ കൈ എവിടെയും സ്പർശിച്ചില്ല. അത് വായുവിലൂടെ എന്ന പോലെ മുന്നോട്ട് കടന്നുപോയി. അത് പ്രതീക്ഷിച്ചിരുന്ന അർജുൻ വേഗം മുന്നോട്ട് കുതിച്ചു. ആ രൂപത്തിനുള്ളിലൂടെ അവൻ മറുവശത്തേക്ക് കടന്നു. ഉടനെ അവൻ്റെ പുറകിൽ വെട്ടേറ്റു. അവൻ ഉറക്കെ അലറി. തനിക്ക് തൊടാൻ കഴിയാത്ത ഒന്നിന് എങ്ങനെയാണ് തന്നെ ആക്രമിക്കാൻ കഴിയുന്നത്? വേദനയ്ക്കിടയിലും അവൻ്റെ ഉള്ളിലൂടെ ഒരു ചിന്ത കടന്നുപോയി. ഒപ്പം മറ്റൊരു കാര്യവും അവൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. മറ്റെവിടെയെങ്കിലുമുള്ള ആളുകളെ ഉപദ്രവിക്കാനുള്ള ശക്തിയില്ലാത്തതുകൊണ്ടായിരിക്കുമോ അത് രാത്രിയിൽ ഇവിടെ വരുന്നവരെ മാത്രം ആക്രമിക്കുന്നത്? അങ്ങനെയെങ്കിൽ എത്രയും വേഗം ഇവിടെ നിന്നും പുറത്തു കടക്കണം. മങ്ങിയ കാഴ്ചയിൽ വരമ്പ് അത്രയൊന്നും തെളിഞ്ഞു കാണുന്നില്ല. ഒരു ഊഹം വെച്ച് അവൻ മുന്നോട്ടോടി. ഉടനെ തൊട്ടുമുമ്പ് കണ്ട ആ രൂപം അവൻ്റെ നേരെ മുന്നിൽ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. താൻ ഓടിയെടുക്കുന്നത് മരണത്തിന് നേർക്കാണ് എന്ന് തിരിച്ചറിഞ്ഞ അർജുൻ തിരശ്ചീനമായുണ്ടായിരുന്ന മറ്റൊരു വരമ്പിലേക്ക് എടുത്തു ചാടി. പെട്ടെന്ന് പുറകിൽ നിന്നും ഉച്ചത്തിൽ ഒരു അലർച്ചയുയർന്നു. ഞെട്ടിത്തിരിഞ്ഞു നോക്കിയ അർജുൻ കണ്ടത് വായുവിലൂടെ തനിക്ക് നേരെ പാഞ്ഞു വരുന്ന ആ രൂപത്തെയാണ്. ഇപ്പോൾ കാഴ്ച വ്യക്തമാണ്. രക്തത്തിൽ കുതിർന്ന വസ്ത്രങ്ങൾ ധരിച്ച് കൊയ്ത്തരുവാൾ ഉയർത്തിപ്പിടിച്ച് തുറിച്ച കണ്ണുകളുമായി കണ്ണമ്മ അടുത്തു വരികയാണ്. അവൻ്റെ തൊട്ടടുത്തെത്തിയതും കയ്യിലെ കൊയ്ത്തരുവാൾ മുകളിലേക്ക് ഉയർന്നു പൊങ്ങി. ഒരിക്കൽ കൂടി അത് തൻ്റെ കഴുത്ത് ലക്ഷ്യമാക്കിയാണ് വരുന്നതെന്ന് തിരിച്ചറിഞ്ഞ അർജുൻ ശക്തിയായി മുന്നോട്ടോടി. പെട്ടെന്ന് അവൻ്റെ പുറകിൽ വീണ്ടും വെട്ടേറ്റു. വേദന മൂലം ദേഹം മുഴുവൻ മരവിക്കുന്ന പോലെ തോന്നിയെങ്കിലും അവൻ ഓട്ടം നിർത്തിയില്ല. അതോടെ പുറകിൽ നിന്നും വീണ്ടും ഉച്ചത്തിലുള്ള അലർച്ച കേട്ടു. ആ അലർച്ചയിൽ അവിടമാകെ പ്രകമ്പനം കൊണ്ടു. തൻ്റെ ഹൃദയം നിലച്ചു പോകുമോ എന്ന് പോലും അർജുന് തോന്നി. താൻ രക്ഷപ്പെടാൻ പോവുകയാണ് എന്ന് ആ അലർച്ചയിൽ നിന്നും അവൻ മനസ്സിലാക്കി. പ്രതീക്ഷയോടെ മുന്നോട്ട് പാഞ്ഞ അർജുൻ പെട്ടെന്ന് നിന്നു. വരമ്പ് അവസാനിച്ചിരിക്കുന്നു. ഇനി മുന്നോട്ട് വഴിയില്ല. തിരിഞ്ഞു നോക്കാൻ അവന് ധൈര്യം വന്നില്ല. വെള്ളത്തിലേക്ക് എടുത്തു ചാടാമെന്ന് തന്നെ തീരുമാനിച്ച് അവൻ മുന്നോട്ട് കുതിച്ചു ചാടി. എന്നാൽ വെള്ളത്തിലേക്ക് വീഴുന്നതിനു പകരം അവൻ കരയിൽ തന്നെയായിരുന്നു ചെന്ന് പതിച്ചത്. എന്താണ് സംഭവിച്ചത് എന്ന് അവന് മനസ്സിലായില്ല. കരയിലേക്കുള്ള വീഴ്ച അപ്രതീക്ഷിതമായിരുന്നതുകൊണ്ട് അവൻ്റെ ഇടതുകാൽ ഉളുക്കി. മുന്നിലുണ്ടായിരുന്ന കരിമ്പനകളിൽ ഒന്നിൽ പിടിച്ച് അവൻ എഴുന്നേറ്റ് നിന്നു. പുറകിൽ നിന്നും ഒച്ചയും ബഹളവും ഒന്നും കേൾക്കുന്നില്ല. കാറ്റ് ശമിച്ചിരിക്കുന്നു. വർദ്ധിച്ച നെഞ്ചിടിപ്പുമായി അർജുൻ തിരിഞ്ഞു നോക്കി. നീണ്ടുകിടക്കുന്ന വിജനമായ വരമ്പിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന കരിമ്പനകളല്ലാതെ മറ്റൊന്നും അവന് കാണാൻ കഴിഞ്ഞില്ല. അപ്പോൾ വരമ്പ് അവസാനിച്ചു എന്ന് തനിക്ക് വെറുതെ തോന്നിയതായിരുന്നോ? അതോ താൻ രക്ഷപ്പെടുകയാണ് എന്ന് തിരിച്ചറിഞ്ഞ ആ ദുഷ്ടശക്തി സൃഷ്ടിച്ച മായക്കാഴ്ചയായിരുന്നോ അത്? താൻ സുരക്ഷിതനാണോ എന്ന് ഉറപ്പുവരുത്താനായി അർജുൻ നാലു ചുറ്റും നോക്കി. എങ്ങും ആരെയും കാണുന്നില്ലായിരുന്നെങ്കിലും അവന് എന്തുകൊണ്ടോ ആശ്വാസമൊന്നും തോന്നിയില്ല. ഭയം വിട്ടുമാറാത്ത കണ്ണുകളുമായി അവൻ നേരെ മുന്നിലേക്ക് നടന്നു. ഒന്നും സംഭവിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താനായി അവൻ ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നു. അതിനിടയിൽ ഓടുമേഞ്ഞ ഒരു പഴയ വീട് അവൻ്റെ കണ്ണിൽപ്പെട്ടു. അതങ്ങ് ദൂരെയാണ്. അവൻ വേഗം നോട്ടം പിൻവലിച്ചു. രണ്ടാമതൊന്ന് അവിടേക്ക് നോക്കാൻ നിൽക്കാതെ അവൻ വരമ്പിലൂടെ മുന്നോട്ട് നടന്നുകൊണ്ടിരുന്നു. ഒരു തണുത്ത കാറ്റ് അവനെ തഴുകി തലോടി കടന്നുപോയി.